അത് പഠിക്കുകയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ള സൂം ക്ലാസ്സിലെ 3-ാമത്തെ നാളാണിത്. ഇന്നലെ അൽ-അർബഈനിൽ ആദ്യത്തെ 5 ഹദീസ് ചെറിയ രൂപത്തിൽ വിശദീകരിച്ചത്. 6-ാമത്തെ ഹദീസ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ വളരെ ചെറിയ വാക്യത്തിൽ പദത്തിൽ ഒതുക്കിയിട്ട് വിശാലമായ ഒരു ആശയം നമുക്ക് പഠിപ്പാട്ടി തന്നുകൊണ്ടുണ്ട്. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ, ഒരു മനുഷ്യയുടെ ഇസ്ലാമുടെ സൗന്ദര്യമാണ്, അവന്റെ ഇസ്ലാമുടെ ചന്താണ് തർക്കുഹു മാ ലാ യഅനി, ആവശ്യമില്ലാത്തത് ಅವನು ഒഴിവാക്കണം. ಅಗತ್ಯವಿಲ್ಲದ್ದನ್ನು ತ್ಯಜಿಸುವುದು ಒಬ್ಬ ವ್ಯಕ್ತಿಯ ಇಸ್ಲಾಮಿನ ಸೌಂದರ್ಯವಾಗಿದೆ. ആവശ്യമില്ലാത്തത് ഒഴിവാക്കുക എന്ന് ചൊല്ലത് ഒരു മുസ്ലിമുടെ ഇസ്ലാമുടെ ചന്താണ്. മുസ്ലിം ചൊല്ലുമ്പോ അവന്റെ എ ടു സെഡ് എല്ലാ സെക്കൻഡും എല്ലാ സമയവും നല്ലതുക്ക് മാത്രം യൂസ് ആവണുണ്ടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഒരു മുഅ്മിന്റെ ഒരു മരത്തൊട്ടിಗೆ ഉപമ ആക്കിട്ടിന്ത്. മുഅ്മിന്റെ പോലോത്ത മരത്തെ നിങ്ങക്ക് ചെല്ലമാ. സഹാബത്തരൊട്ടിಗೆ ഒരു ക്വസ്റ്റ്യൻ കേട്ടപ്പ വിശാലമായ ഹദീസാണ്, സ്വഹീഹായ ഹദീസ്. മുഅ്മിൻ അവനൊരു ഈത്തപ്പഴ കർജൂറ മരം പോലെയാണ്. മുഅ്മിന്റെ പോലോത്ത ഒരു മരവുണ്ട് നിങ്ങക്ക് ഗൊന്തുണ്ടാ? സ്വഹാബത്തരൊട്ടിಗೆ കേട്ടപ്പ ആറും ഉണ്ടുല്ലേ. ആ സദസ്സിൽ സയ്യിദന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, എല്ലാ മഹാന്മാരും ഉള്ളാർ. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങമേച്ചൊന്ത് ഹിയ നഖ്ല, അത് ഈത്തപ്പഴ മരമാണ്. മുഅ്മിന്റെ പോലത്തെ മറാണ് ഈത്തപ്പഴ മരം. ഈത്തപ്പഴ മരത്തെ ಅದರ ಬಗ್ಗೆ മാത്രം നമുക്ക് ഒരു ക്ലാസ് എടുക്കുന്നുണ്ട്. ഇവിടെ ಅದರ വിശദീകരിക്കുള്ള ടൈമല്ല. ഈത്തപ്പഴ മരം വലിയ സമൃദ്ധിയുള്ള ബർക്കത്തുള്ളതാണ്. എത്ര തിങ്കൾ വേണമെങ്കിൽ ആ ഈത്തപ്പഴത്തെ നമുക്ക് സൂക്ഷിച്ചു വെക്കുകയുള്ളൂ. ഈത്തപ്പഴ മരത്തെ ഒരു പീസ് പോലും വേസ്റ്റ് ഇല്ലാണ്ട. അതുപോലെയാണ് ഒരു മുഅ്മിൻ കർജൂറ മരം പോലെ ചൊന്നെങ്കിൽ മുഅ്മിന്റെ ഒരു സെക്കൻഡും വേസ്റ്റ് ആവുകത്തീറ. എല്ലാം അള്ളാഹു ഉദ്ദേശിച്ച അള്ളാഹുടെ പൊരുത്തത്തിൽ ചെലവാക്കുക മുഅ്മിൻക്ക് സാധ്യമാവണുണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടു. ആ സംഭവം കഴിഞ്ഞ് ഔത്തുക്ക് പോകുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു കൂടെ പള്ളിക്ക് മോന്റെ വിളിച്ച വന്നിട്ടുണ്ട്. അബ്ദുല്ലാഹിബ്നു ഉമർ മോണു ഔത്തുക്ക് പോകുമ്പോ ബാപ്പടൊട്ടിಗೆ ചെന്തു. നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കേട്ടല്ലേ, അത് ആൻസർ നക്ക് ഗൊന്തിന്ത്. ചെറിയ മക്കളെ തമ്മീസ് ആയങ്കെത്ത മക്കളെ പള്ളികളിലെ വിളിച്ച പോണ്ട് അങ്ക് ഇബാദത്ത് പഠിപ്പാട്ടെ പേരൻസിന്റെ കർത്തവ്യാണ്. നല്ല നല്ല മജിലിസുകളെല്ലാം കൂട്ടണു. സ്വഹാബത്ത് അങ്ങനെ ആക്കിക്കൊണ്ടിരുന്നാറ്. അതേസമയത്ത് ചെറിയ മക്കളെ പള്ളിക്ക് വിളിച്ച പോകുത്തീറ. അവിടെ പള്ളി നജസാവുകയും ബാക്കിയുള്ള നിസ്കാരത്തിൽ ഉപദ്രാവുകയും കാരണമുള്ളത്. അതുകൊണ്ട് തമ്മീസായ മക്കളെ വിളിച്ച പോവാ. ചെറിയ മക്കളെ നല്ല സദസ്സുക്ക് വിളിച്ച പോകുമ്പോ അങ്ക് നല്ലതൊരൊട്ടിಗೆ നല്ല ഒരു കണക്ഷൻ ബണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു മോന്റെ വിളിച്ച പോയോണ്ടിന്ത്. മോൻ ചൊന്തു ആ ക്വസ്റ്റ്യನ್ಗೆ മറുപടി നക്ക് ಗೊಂತಿಂತು. സുബ്ഹാനല്ലാഹ്. ബാപ്പ ഉമർ റളിയല്ലാഹു അൻഹു വിഷമൈത്ത്. അഥവാ നീನು മിത്തു ചെറിയ മോനാണ്, അതും നന്റെ ബാപ്പ എന്തൊരു ഉമർ റളിയല്ലാഹു അൻഹുന്റെ മോനാണ്. ആ സദസ്സിൽ മിത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ക്വസ്റ്റ്യನ್ಗೆ നീ ആൻസർ ചൊന്നിട്ടിന്നെങ്കിൽ ഈ ദുനിയാവും അതിലുള്ള എല്ലാത്താട്ടി നക്ക് ഇഷ്ടവും ഖുഷിയും അദാവത്ത്. കാരണം വലിയ വലിയ സ്വഹാബത്തുള്ള ഇവിടെ ആറും ഉണ്ടില്ല. നന്റെ മോന് മറുപടി ചൊല്ലെങ്കിൽ ഒരു ബാപ്പകാവിടെ ഖുഷി ചില്ലറമാ. അപ്പോ മോണു നല്ല അതബുള്ള മോനാണ്. മോനുക അതബ് ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പാട്ടിയിൽ രണ്ടും വേണു. അവിടെ മോൻ ചെന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ആ ക്വസ്റ്റ്യൻ കേട്ടപ്പോ വസമ്മ അബൂബക്കറിൻ വ ഉമർ, അവിടെ അബൂബക്കർ സിദ്ദീഖും ഉമർ റളിയല്ലാഹു അൻഹു ഘട്ടാനുഘട്ടികളായ ഗണ്യരായ മഹാന്മാരായ സ്വഹാബത്ത് ബല്യങ്ങ ഉള്ളാർ. അവിടെ ഈ ചെറിയ നാണ് എഞ്ചി നിണ്ട് ചെല്ലരുതോർ അതബ് കേടായി പോവും ചൊന്ന് പേടിച്ചിട്ടാണ് നാണ് ചെല്ലാത്തേ. അതും ശരിയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ശരിവെക്കിട്. അപ്പൊ ഈ ഹദീസ് എന്തിക്ക് ചൊന്നെങ്കിൽ ഒരു മുഅ്മിന്റെ എല്ലാ സെക്കൻഡും അത് ഉപകാരപ്രദമാവണു, നല്ലതുക്ക് മാത്രം ചെലവാവണു. ആവശ്യമില്ലാത്ത ഒന്നുൽ മുഅ്മിൻ ഇടപെടുകത്തീറ. ഒരു സത്യവിശ്വാസിയായ ആണും സത്യവിശ്വാസിനിയായ പെണ്ണും എന്തൊരു അഗത്യം ഉണ്ടാ അതിൽ മാത്രം കൂടണു, ഇനോളാവണു, ബാക്കിയുള്ളതിനെ വിടണു. അഗത്യം ഉള്ളത് മാത്രം. കാരണം അഗത്യം ഉള്ളതേ കൂടെ ചെമ്മ ഉണ്ട് ആക്കി തീർക്കൂ. അതിനിടക്ക് അനഗത്യമായ വിഷയത്തിൽ എന്തിക്ക് പോണു? ആറാറ പ്രശ്നത്തുക്ക് പോയി കൈയിടേ, ആറാറ വിഷയത്തുക്ക് പോയിട്ട് കുറെ നന്റെ ബಗ್ಗೆ എക്സ്ട്രാ ചൊന്നിട്ടു അതിരെ ഉരിയുവ ಬೆಂಕಿಗೆ ತುಪ್ಪ ಸುರಿಯುವುದು ചെന്ന പോലെ അതിരെ ബെൽദാക്കുള്ള ശ്രമം നടത്തരെ. ഇതെല്ലാം വെറും താപ്പുപണിയാണ്. നക്കെത്ര അഗത്യമുണ്ടോ ആ സ്വറ മാത്രം ആക്കണു. അതൊരാൾ ആക്കിയാണ്ടായെങ്കിൽ ഈമാന്റെ ഇസ്ലാമുടെ ചന്ത അതാണ്. അത് കണ്ടിട്ട് ഇസ്ലാമുക ആൾമാർ ബണ്ടാർ. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി,
ആവശ്യമില്ലാത്തത് ഒഴിവാക്കുക ചൊല്ലത് ഒരു മനുഷ്യയുടെ ഇസ്ലാമുടെ ചന്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ട് എവിടെയും അനഗത്യ വിഷയത്തുക്ക് നാൻ പോണു തീറ മയ്യത്തുലുബൻ മാ ലൈസ യഅനീഹി ഫഖദ് ഫാത്തല്ലദി യഅനീഹി മിൻ ഗൈരി തില. ഇമാം സൈനുദ്ദീനുൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു അദിക്കിയാത്തിൽ ചെന്ന പോലെ ആവശ്യമില്ലാത്തതുക്ക് ഒരാൾ കൈയിട്ടാണ്ടായെങ്കിൽ ആവശ്യമുള്ളതും അവന്റെ തൊട്ടു നഷ്ടപ്പെട്ടു പോണ്ടു. അതുകൊണ്ട് അള്ളാഹു തന്നെങ്കത്തെ ഈ ആയുസ്, ഈ നിമിഷ സമയങ്ങൾ വലിയ മൗല്യമുള്ളതാണ്, ബലക്കെട്ടുകാവാത്തതാണ്. ഈ പിന്നെ ശ്വാസോച്ഛ്വാസ ആകൃത് ഇതെല്ലാം ബലക്കെട്ടുകാവാത്ത, കോടി കൊടുത്തെങ്ങും കിട്ടാത്തതാണ്. അതുകൊണ്ട് ആ സമയങ്ങൾ നല്ലതുക്ക് ചെലവാക്കൊണ്ടുണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടെ. ഈ ഹദീസിന്റെ ആശയം പ്രതി ഓരോരുത്ത അവന്റെ ജീവിതത്തിൽ കൊമ്പണ്ടാണ്ടായെങ്കിൽ കൂടെ ഒരു പ്രശ്നവുമില്ല, ഒരു ഗലാട്ടയും ഗൗജിയും ഗദ്ദലവും ഒരു കുടുംബ സമസ്യമ എന്തും സംഭവിക്കില്ല. അനാവശ്യത്തുക്ക് ഒരിക്കലും ആറും പോണ്ണു തീറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ട്. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ഇമാമുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു അയ്യുഹൽ വലദ് ചൊല്ലെങ്കത്തെ പ്രശസ്തമായ ചെറിയ കിതാബുണ്ട്. ചെറിയ തടിയുള്ളെങ്കത്തെ വലിയ സന്ദേശം ചൊല്ല കിതാബാണ് അയ്യുഹൽ വലദ്. ഓനന്റെ പിർസപ്പെട്ട കിടാവേൻ ചൊന്നിട്ട് വിളിക്കടെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഉപദേശാണ്. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നുൽ ജൗസി അബുൽ ഫറദ് റഹിമഹുല്ല അയാളെ സ്വന്തം മോണുക എഴുതിയെങ്കത്തൊരു ഉപദേശത്തെ കിതാബുണ്ട് ലഫ്തത്തുൽ കബിദ് ഇലാ നസിഹത്തിൽ വലദ് ചൊന്നിട്ടു. നന്മയെ കന്തനികൻ ചൊന്നിട്ട് അല്ലൻസാറിൽ മുന്നൊൽ ಅದರ കണ്ണെടുത്തുകാക്കിട്ടിന്ത അതൊരു ബുക്കായിട്ടും വന്നത്. സ്വന്തം കിടാവുക കൊടുക്കണമെങ്കത്ത ഉപദേശമാണ്. പൂർവ്വകാലത്ത് കഴിഞ്ഞു പോയ ഇമാമീങ് അങ്ങനെയാണ്. ഞങ്ങളെ മക്കൾക്ക് കൊടുത്തെങ്കത്ത ഉപദേശം എല്ലാം സംഗ്രഹാക്കി കിതാബ് എഴുതിയ ആൾമാറുള്ളാർ. കൂടെ ഇമാമുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു അയ്യുഹൽ വലദ് ആണ് എൽദർ ചെറിയ കിതാബാണ്. ദർസിലെല്ലാം അത് പഠിപ്പാട്ട്. തസവ്വുഫുടെ തസ്കിയത്ര കിതാബാണ്. ശിഷ്യന്മാർ ഉപദേശം തേടറ് നക്കൊരു ഉപദേശം ചൊന്തർന്നു ഉസ്താദരൊട്ടിയെ. ഇമാമുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു ലോകം കണ്ട മഹാനാണ്. 5-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണ് ഇമാമുൽ ഗസ്സാലി റഹിമഹുല്ല. ഇഹ്യാ ഉലൂമുദ്ദീൻ ചെല്ല കിതാബിൽ ആ കിതാബു ഹൃദയ സംസ്കരണ ആക്കടങ്കത്തെ കിതാബാണ്. ബി ഇഹ്യാ ഉലൂമിദ്ദീൻ തഹ്യാ ഖുലൂബുന. ഇഹ്യാ ഉലൂമുദ്ദീൻ കൊണ്ട് ഞങ്ങളെ ഖൽബ് ഹയാത്താവുടുണ്ടാണ് ഇമാമീങ്ങ ചൊന്നറും. ലോകത്ത് കഴിഞ്ഞു പോയ എല്ലാ ഇമാമീങ്ങളും ഔലിയാക്കന്മാരും ഇഹ്യാ ഉലൂമുദ്ദീൻ ഓതിട്ടാണ് ആ സ്ഥാനത്ത് എത്തിയത്. ഞങ്ങളെ ഖൽബ് ശുദ്ധിയാവുള്ള വലിയ മാർഗാണ്. ലോകം കണ്ട ഏറ്റവും വലിയ സൈക്കോളജിസ്റ്റ് ആരെന്ന് കേട്ടെങ്കിൽ ഇമാം ഗസ്സാലിന്റെ നമുക്ക് ചെല്ലാം. ആധുനിക മനഃശാസ്ത്രജ്ഞന്മാരെല്ലാം ആ മഹാൻ ചൊന്നതിരെ കട്ടെടുത്തിട്ട് ಅದಕ್ಕೆ കുറെ പൈന്റ് എല്ലാം കൊടുത്തിട്ട് അതിനെ ബെൽതാക്കി അവതരിപ്പിക്കുന്നത് മാത്രമാണ്. എല്ലാം ഗസ്സാലി ഇമാം ചൊന്നതാണ്. ഏതായാലും മിക്കട്ട് ആ ഗസ്സാലി ഇമാമൊടൊട്ടിಗೆ ഉപദേശം കേൾക്കുമ്പോ അയ്യുഹൽ വലതിരെ ഫസ്റ്റ് കൊടുത്തെങ്കത്ത ഉപദേശം തങ്ങളെ ഒരു ഹദീസാണ്. ആ ഹദീസ് നിക്ക് എത്തിടുണ്ടായെങ്കിൽ വേറെ ഒരു ഉറുദിയുടെയും ഉപദേശത്തെയും നിക്ക് അകത്യയില്ല. എന്നിട്ട് അയാൾ കൊമ്പന്നെങ്കത്തെ ഹദീസ് അലാമത്തു ഇഅ്റാദില്ലാഹി അനിൽ അബ്ദി ഇസ്തിഗാലുഹു ബിമാ ലാ യഅനി. സുബ്ഹാനല്ലാഹ്. അലാമത്തു ഇഅ്റാദില്ലാഹി അനിൽ അബ്ദ്. ഒരു അടിമടെ തൊട്ട് അല്ലാഹു പിന്തിരിഞ്ഞിട. ഒരു അടിമടെ അല്ലാഹു ക്യാറാക്കില്ല അവന്റെ കൈപുട്ടാൻ ചൊല്ലതര ലക്ഷണാണ് ആവശ്യമില്ലാത്തതിൽ അവನು ഇടപെട്ടോണ്ടുള്ള. അകത്യ ഇല്ലാത്ത വിഷയത്തിൽ ഞാൻ ഇടപെട്ടോണ്ടുള്ളേ എങ്കിൽ മനസ്സിലാക്കുന്നു നന്റെ അള്ളാഹു കൈപുട്ര. സുബ്ഹാനല്ലാഹ്. അള്ളാഹു ഒരാളെ കൈപുട്ടാണ്ടായെങ്കിൽ പിന്നെ നന്റെ ബച്ചാവാക്കു ലോകത്ത് ആരാണ്? അള്ളാഹു തടഞ്ഞതിരെ തർന്നുകു അള്ളാഹു തന്നതിരെ തടയുകു ലോകത്താർക്കെങ്കിലും സാധ്യമുണ്ടാ? ഞങ്ങളെ അഭയവും ഞങ്ങളെ എല്ലാം അള്ളാഹു ആണ്. അള്ളാഹു കൈപുട്ടെങ്കിൽ എന്തുമില്ല. ലാ മാനി അലിമ ആഴ്ത്തൊയ്ത്ത വലാ മുഅ്തിയ ലിമാ മനഅത്ത വലാ റാദ്ദ ലിമാ ഖളൈത്ത വലാ മുബദ്ദില ലിമാ ഹക്കംത. ഞങ്ങളെ വിശ്വാസാണത്. നിസ്കാരത്തിൽ പിന്നെ ഞങ്ങൾ ചൊല്ല നീ തന്നതിരെ തടയുടൻ ആറുമില്ല റബ്ബെ, നീ തടഞ്ഞതിരെ തർന്നുക ആർക്കും സാധ്യയില്ല. അള്ളാഹു ഒരാളെ കൈപുട്ടാണ്ടായെങ്കിൽ അവണ്ടൊട്ടിಗೆ സമ്പത്തിന്നെങ്കും ആഡംബര ഇന്നെങ്കും സുഖ സൗകര്യങ്ങളും സ്വാധീനവും എല്ലാവിധ പിമ്പലം ഇന്നെങ്കിലും രക്ഷപ്പെടുക സാധ്യയില്ല. അത് താത്കാലികം മാത്രാണ്. മാലിക്കുൽ മുലൂക്ക് അള്ളാഹു ആണ്. അതുകൊണ്ട് അള്ളാഹുടെ മുട്ടാണ് കൽബ് തിരിയോണായ അവനാണ് നന്റെ രക്ഷപ്പെടുത്തണായ. അപ്പോ നാണ് ആവശ്യമില്ലാത്തതിൽ ഇടപെടാണ്ടായെങ്കിൽ അതിരർത്ഥം അള്ളാഹു നന്റെ കൈപുട്ര. സുബ്ഹാനല്ലാഹ്. ഇതിരാട്ടി വലിയ പരാജയം വേറെ ഇല്ല. അലാമത്തു ഇഅ്റാദില്ലാഹി അനിൽ അബ്ദി ഇസ്തിഗാലുഹു ബിമാ ലാ യഅനി. ആവശ്യമില്ലാത്തത് മുൻറെ ആവശ്യമില്ലാത്ത പലക്ക ചൊന്നോണ്ടിക്കടെ, അങ്ങാടി ബായിൽക്ക് പോയി പട്ടാങ്കടിച്ചോണ്ടിക്കടെ, വെറുതെകും വേസ്റ്റ് സംസാരങ്ങൾ, ഇതെല്ലാം മനുഷ്യരുടെ പരാജയത്തെ ലക്ഷണാണ്.
ഈ സമയ വക്തിണ്ടെല്ലാം ചൊല്ലത് 24 ഗಂಟೆ നമുക്ക് കിട്ടുമ്പോ അത് അമൂല്യമാണ്. അത് നഷ്ടപ്പെട്ടെങ്കിൽ രണ്ടാമത് തിരിച്ചു കൊമ്പറകൂ തർന്നുകൂ ആർക്കും സാധ്യയില്ല. നാനൊരു 10,000 കോടി നിങ്ങക്ക് തണ്ട, നിങ്ങളൊരു 10 ഗಂಟೆ നക്ക് തർന്നു ചൊന്നെങ്കിൽ നിങ്ങളെ കൊണ്ട് അത് തർന്നു സാധ്യയില്ല. കാരണം സമയം അമൂല്യമാണ്. മഫാത്ത മിൻ ഉംരിക ലാ ഇവദ ലഹു, നിന്റെ ആയുസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടത് അതുക്ക് പകരമില്ല. ബാക്കി എല്ലാത്തും കൂടെ പകരമിക്കൂ. പൈസ നഷ്ടപ്പെട്ടെങ്കിൽ രണ്ടാമത് പൈസ ആക്ക, അവ പോയെങ്കിൽ രണ്ടാമത് അവ ആക്ക. പക്ഷേ നഷ്ടപ്പെട്ട ഇന്നലയുടെ തിരിച്ചു കൊമ്പറോ ആർക്കും ആവില്ല. ഈ ബോധാണ് നക്ക് വേണായ. അതുകൊണ്ട് നല്ല കാര്യത്തിൽ മാത്രം ഇടപെടണു. അലാമത്തു ഇറാദില്ലാഹി അനിൽ അബ്ദ് ഇഷ്തിഗാലുഹു ബിമാ ലാ യഅനി, ആവശ്യമില്ലാത്തതിൽ ഇടപെടുന്നത് അള്ളാഹു തന്റെ തൊട്ട് പിന്തിരിഞ്ഞിടാൻ ചൊല്ലത് അടയാളാണ്. എന്നിട്ട് ഗസാലി ഇമാം ചൊന്ന ഹദീസ്, വൈനിംറുഉൻ ദഹബത് സാഅത്തും മിൻ ഉംരിഹി ഫീ ഗൈരി മാ ഖുലിഖ ലഹു ലജദീറുൻ അലൈഹി അൻ തതൂല ഹസ്റതുഹു. ഗസാലി ഇമാം ചൊന്ന ഹദീസാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നു, ഒരാളെ ഒരു ചെറിയ സെക്കൻഡ് അള്ളാഹു പൊരുത്തപ്പെടാത്തതിൽ പൊയ്ത്തുണ്ടായെങ്കിൽ അതിരമേൽ കാലകാലം അവൻ ദുഃഖിച്ചിട്ട് കാര്യമില്ല, അവൻ ദുഃഖിക്കണോട്. കാരണം എന്തേ, ഈ സെക്കൻഡറെ മരളി പടയുക അവന്റെ കൊണ്ടാവില്ല, അതുകൊണ്ട് പാടില്ല. എന്നിട്ടോ ഒമൻ ജാവസൽ അർബഈന വലം യഗ്ലിബ് ഖൈറുഹു ശർറഹു ഫല്യതജഹസ് ഇലന്നാർ. ഞങ്ങളെല്ലാം പേടിപ്പാട്ടെത്ത ഹദീസാണ്, എച്ചരിക്ക തണ്ടെത്ത ഹദീസാണ്. ഒരാൾക്ക് 40 വർഷം കഴിഞ്ഞിട്ട് എന്നിട്ട് അവന്റെ ഖൈറാട്ടിയാറ ഷർറേ ഉണ്ടു, ഷർഡാട്ടിയാറ ഖൈർ ആയോണ്ടില്ല എങ്കിൽ അവനു നരകത്തുക ഇന്റെ സീറ്റ് ബുക്കാക്കട്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പടിപ്പാട്ടിയോണ്ടുണ്ടു. 40 വർഷ അത് ഡേഞ്ചറിന്റെ സൂചനയാണ്. ಅದಕ್ಕೆ മുന്നോൽ മരിക്കില്ല ಅಂತಲ್ಲ, മരണപ്പെടാറ്, മരിക്കുക വയസ്സ് കൃത്യമല്ല. അതേ സമയത്ത് 40 വർഷ കഴിയുമ്പോ ഇനി ഡേഞ്ചറാണ്. അതുകൊണ്ട് ഇനി ഖൈർ ആവണു, ഇല്ലെങ്കിൽ നരകത്തുക ഇണ്ടേ ബുക്കാക്കട്ടാണ്. സുബ്ഹാനല്ലാഹ്, റിസർവ് സീറ്റാക്കട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന പലക്കാണ്. അപ്പോ ഈ ഹദീസിൽ ആദ്യമായി ചൊന്നത് അലാമത്തു ഇറാദില്ലാഹി അനിൽ അബ്ദ് ഇഷ്തിഗാലുഹു ബിമാ ലാ യഅനി, ആവശ്യമില്ലാത്തതിൽ ഇടപെടുക, അത് അള്ളാഹു നന്റെ തൊട്ട് പിന്തിരിഞ്ഞിടാൻ ചൊല്ലതര ലക്ഷണാണ്. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഈ ഹദീസ് ഞങ്ങൾ മനപ്പാടാക്കണു, കാണാപ്പാടാക്കണു. ആ കാണാപ്പാടാക്കുമ്പോ ഈ ആശയങ്ങൾ ഞങ്ങളെ മനസ്സിൽ ഓടി വരണു. ഓടയും അനഗത്യമായ പലക്കത്തുക്ക് പോകണ്ട, മുണ്ടോക്ക് പോകണ്ട. 24 ഗಂಟೆ മുണ്ടിയോണ്ടിക്കടെ ചവച്ചതിരമേ ചവച്ചോണ്ടിക്കടെ വേസ്റ്റ് ആണത് ജീവിതത്തിൽ. അതുകൊണ്ടൊരു ലാഭവുമില്ല. ലാഭമുള്ള പണിക്കാണ് ബുദ്ധിയുള്ളവണു മുന്നൽ പറഞ്ഞായ. ആവശ്യമില്ലാത്തത് ഒഴിവാക്കൽ ഒരു മനുഷ്യരുടെ ഇസ്ലാമുടെ ചന്താണ്. 6ാമത്തെ ഹദീസ്. അപ്പൊ മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടിപാട്ടിത്ത്. ഇനി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ നമുക്ക് പടിപാട്ടി തന്നോണ്ടുണ്ട്. മൻ അതാ അല്ലാഹ ഫാസ, ചെറിയ ഹദീസാണ്. മൻ അതാ അല്ലാഹ ഫാസ, ഒരാൾ അള്ളാഹുടെ അനുസരിക്കടാണ്ടായെങ്കിൽ ഫാസ, അവന് വിജയിച്ച. അള്ളാഹുടെ അനുസരിക്കട ആള് ദുനിയാവുക്ക് ബന്ധരമേ അതുക്കാണ് പടച്ചോണ്ട് അനുസരിക്കൂ. ഇതാഅത്ത്, റബ്ബുക ആരാധിക്കുകയും അവന്റെ അനുസരിക്കുകയുമാണ്. ومن يطع الله والرسول فاولئك مع الذين انعم الله عليهم من النبيين والصديقين والشهداء والصالحين. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പടിപാട്ടി തന്ന ഖുർആനിലൂടെ ഒരാൾ അള്ളാഹുടെയും അവന്റെ റസൂലിന്റെയും അനുസരിക്കടാണ്ടായെങ്കിൽ അവനു അമ്പിയാക്കന്മാരൊട്ടിಗೆ സ്വാലിഹീങ്ങളൊട്ടിಗೆ നാളെ സ്വർഗത്തിലിക്കടാണ്ടാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പടിപാട്ടി തന്നങ്കെത്ത ഹദീസ്. അപ്പോ മൻ അതാ അല്ലാഹ ഫാസ, ഒരാള് അള്ളാഹുടെ അനുസരിക്കടാണ്ടായെങ്കിൽ അവൻ വിജയിച്ചു പോയാണ്ടാണ്. ആ ഭാഗം ഞാൻ ചെമ്മ വിശദീകരിക്കില്ല, ധാരാളം ഹദീസ് നമുക്ക് വായിക്കൊണ്ടു. 8ാമത്തെ ഹദീസ്, മൻ അഹബ്ബ ലിഖാ അല്ലാഹി അഹബ്ബല്ലാഹു ലിഖാഅഹ്. വല്ലാത്ത ഒരു സന്ദേശം തണ്ടെങ്കെത്ത ഹദീസാണ്. മൻ അഹബ്ബ ലിഖാ അല്ലാഹി അഹബ്ബല്ലാഹു ലിഖാഅഹ്. ഒരാള് അള്ളാഹുടെ കാണണോന്ന് ചൊല്ല ഇഷ്ട ബന്തുണ്ടായെങ്കിൽ അവന്റെ കാണണോന്ന് ചൊല്ലെങ്കെത്ത ഇഷ്ടവും അള്ളാഹുക്കിട് നന്റെ പടച്ചോന്റെ നക്ക് കാണണു. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ആ ലിഖാ നക്ക് കിട്ടണോന്ന് ചൊല്ല ആസ. ഉജൂഹുൻ യൗമ ഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. ഒരു കൂട്ട ആൾമാര മുഖം ഖിയാമത്ത് നാളില് നല്ല തിളങ്ങിയോണ്ടിക്കിട് അങ്ങളെ റബ്ബുക അങ്ങ നോക്കിടാറ്. നാളെ സ്വർഗത്തുക്ക് പോയെങ്കിൽ നിഅമത്തുകളെ കൊണ്ട് നിറക്കപ്പെട്ട സ്വർഗത്തിൽ അള്ളാഹുടെ ഞങ്ങളെ പടച്ചെങ്കെത്ത നങ്ക് വായുവും ശ്വാസവും അന്നവും പാനീയവും നീറും എല്ലാം തന്നെങ്കെത്ത ഞങ്ങളെ റബ്ബ്. ആ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കാണുമ്പോ ഫയൻസൗന നഈമ ഇദാ മാ റഔഹു
അള്ളാഹുടെ കാണുകാവില്ല എന്ന് ചൊന്നങ്ങ മുഅ്തസിലത്ത് മാത്രാണ് ഇസ്ലാമിടെ തൊട്ടു സുന്നത്ത് ജമാഅത്തിനെ തൊട്ടു മാറിപ്പോയെങ്കെത്ത വിഭാഗം അങ്കെന്തൊരു നഷ്ടാണ്. പടച്ച റബ്ബുടെ കാണുകാവില്ല എന്ന് ചൊല്ലത് എന്ത് നഷ്ടാണ്. അതേ സമയത്ത് റബ്ബുടെ കാണുകാവിടും ചൊല്ലത് സുന്നത്ത് ജമാഅത്തിലെ വിശ്വാസാണ്. നാളെ സ്വർഗത്തിൽ അങ്ങനെ കാണുമ്പോ എല്ലാ നിഅമത്തും അങ്ങ് മറന്നു പോണ്ടാറ്. ഇതിരാട്ടി വലിയ നിഅമത്ത് വേറെ എന്തുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങമേ ചൊന്നരു ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗനൽ ഖമറ ലൈലത്തൽ ബദർ. നിങ്ങ നാളെ സ്വർഗത്തിൽ നിങ്ങളെ റബ്ബുടെ കാണ്ടാറ് ഏതുപോലെ പുണ്ണിമയുടെ ചന്ദ്ര ഉല്ലംഘിത്ത നാളില് എല്ലാരും ഭൂമിയിലുള്ള മുഴുവൻ ആൾമാറും ചന്ദ്രയുടെ കാണ്ടാറല്ലേ. അവിടെ തിരക്കില്ല, റഷില്ല, നീ കണ്ടെങ്ക് നക്കാണുകാവില്ല, അതുകൊണ്ട് ഓണ്ടെ ഊന്തിട്ട് അങ്ങനത്തെ വിഷയമില്ല. ദുനിയാവിലുള്ള എല്ലാവർക്കും ചന്ദ്രനെ കാണാം. അതുപോലെ റബ്ബുടെ കാണുകാവുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പടിപാട്ടിത്ത്. അതുകൊണ്ട് ആ റബ്ബുടെ നന്റെ പടച്ചെങ്കെത്ത അള്ളാഹുടെ നക്ക് എല്ലാവിധ നിഅമത്തുകൾ തന്നെങ്കെത്ത നന്റെ പടച്ചോണ്ടെ കാണണൂന്ന് ചൊല്ല ഇഷ്ടം ആറുകുണ്ട അവന്റെ കാണണൂന്ന് ചൊല്ല ഇഷ്ടവും അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മരണ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊല്ലു ഒരാള് മരണം അവനുക്ക് ഹാജറായിട്ടുണ്ടായെങ്കിൽ അള്ളാഹുടെ തൃപ്തിയും അള്ളാഹുടെ ആദരവും അവനുക്ക് കിട്ടുന്ന് ചൊല്ല സന്തോഷം വരുമ്പോ അവനുക്ക് അവന്റെ മുന്നിലുള്ളത് ഏറ്റവും ഇഷ്ടമാണ് അഥവാ നന്റെ റബ്ബുടെ നക്ക് കാണണു. അതേ സമയത്ത് അവിശ്വാസിങ്ങ മരണം വരുമ്പോ ശിക്ഷയും ബാക്കിയുള്ളതെല്ലാം നേരിട്ട് കാണുമ്പോ മരണത്തെ അങ്ങ് വെറുക്കിടാറ്, നാൻ മരിച്ചിട്ടില്ലെങ്കിൽ എത്ര നല്ലേ. അതേ സമയത്ത് മുഅ്മിനീങ്ങളായ ആൾമാർ മരണസമയത്ത് ഈ നല്ല സുഖങ്ങളും സൗകര്യങ്ങളും എല്ലാം കാണുമ്പോ നക്കൊന്ന് എത്രയും പെട്ടെന്ന് അപ്പുറം പോണു, താത്കാലികമായ ദുനിയാവുടെ വിട്ടു നന്റെ റബ്ബുടെ മുട്ട പോണൂന്ന് ചൊല്ലെങ്കെത്ത ചിന്ത ആ മുഅ്മിന്റെ മനസ്സ് ബണ്ടിട്ടാണ് ഈ ഹദീസിന്റെ അർത്ഥം. മൻ അഹബ്ബ ലിഖാ അല്ലാഹി അഹബ്ബല്ലാഹു ലിഖാഅഹ്. ഒരാള് അള്ളാഹുടെ കാണണൂന്ന് ചൊന്ന് ഇഷ്ടപ്പെട്ടാണ്ടായെങ്കിൽ അവന്റെ കാണണൂന്ന് ചൊല്ല ഇഷ്ടം അള്ളാഹു കൊണ്ടു. മഹാന്മാർ ആഖിറത്തുക്ക് വേണായി ജീവിച്ചെങ്കിത്ത ആൾമാരാണ്. നന്റെ റബ്ബുടെ മുട്ട നക്ക് പോണു, നന്റെ സ്വർഗത്തുക്ക് നക്ക് എത്തണൂന്ന് ചൊന്നെപ്പോഴും ആശ വെച്ചാറ്. മരിക്കട സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുടെ ഭാര്യ ചൊന്ന പലക്ക വാഹുസ്നാ, എന്തൊരു ദുഃഖാണ് നക്ക്, നന്റെ മാപ്പുല മരണപ്പെട്ടു പോയോണ്ടുണ്ടു. സയ്യിദുന്നാ ബിലാൽ റളിയല്ലാഹു അൻഹു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഅദ്ദിനാണ്. ആ മഹാൻ അപ്പ ചൊല്ല പലക്ക വാ ഫറഹ, നക്ക് ദുഃഖമില്ല, നന്റെ എന്തൊരു സന്തോഷാണ്. വാ ഫറഹ, വല്ലാത്ത സന്തോഷമാണ് നക്ക്. കാരണം ഗദൻ അൽഖൽ അഹിബ്ബാ മുഹമ്മദൻ വഹിസ്ബ, നാളെ നന്റെ ചങ്ങായിമാർ പിർസക്കാർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്വഹാബത്രെയും കാണുക പോണ്ടെ. അതുകൊണ്ട് നക്ക് വല്ലാത്ത ഇഷ്ടാണ്, സന്തോഷാണ്. സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു ചൊന്തുണ്ടായെങ്കിൽ അള്ളാഹുടെ കാണുകുള്ള ഇഷ്ടം, മഹാന്മാരെ കാണുകുള്ള ഇഷ്ടാണ് ഞങ്ങളെ കൽബിലുള്ള. അപ്പൊ അതുകൊണ്ട് ആറ് അത് ഉദ്ദേശിക്കടാണ് അവന്റെയും നക്ക് കാണണൂന്ന് ചൊല്ല ഇഷ്ട അള്ളാഹു കിക്കിട്. അള്ളാഹു ഞങ്ങളെ എല്ലാം ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബുടെ കാണ്ടെ അള്ളാഹുടെ കാണ്ടെ ഈമാനോടെ മരണപ്പെട്ടു പോണ്ടെ നാളെ സ്വർഗത്ത് എത്തിരെ ഒരു മുഅ്മിന്റെ ആശയാണ്. ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദരെ ഒരു പ്രസംഗത്തിൽ കേടുത്ത് ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാൽ തങ്ങൾ കാസർഗോഡ് ഒരു പക്ക മങ്ങിൽത്ത് പോയപ്പ 80 വർഷം എല്ലാം കഴിഞ്ഞിട്ട് ഒരു പക്ക സൈഡിൽ ആറുമില്ലാത്തവിടെ തെച്ചിട്ടിന്ത് ആറും അവിടെ ഇല്ല. ബേക്കൽ ഉസ്താദ് ഹാദിമായിട്ട് അങ്ങനെ സൈഡിലുണ്ടു, ഒന്ന് ശ്രദ്ധിക്കിട്. അള്ളാഹു ആ രണ്ട് മഹാന്മാരെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ട്. ഇൽമുടെ ടേസ്റ്റ് അനുഭവിച്ചെങ്കത്തെ അതുല്യരായ പണ്ഡിതന്മാർ സയ്യിദന്മാർ അള്ളാഹു അങ്ങളെ ബർക്കത്തുകൊണ്ട് നമുക്ക് നല്ല ഇൽമേറ്റി തെരുമാറാവട്ട്. ആ മഹാൻ താജുൽ ഉലമ അവിടെ ഇങ്ങനെ തെച്ച് പാടിയോണ്ടുണ്ടു. പണ്ട് സപ്ത കാവ്യ സമാഹാരാണ്ടുണ്ട്, സബഉൽ മുഅല്ലഖാത്ത്, 7 മുഅല്ലഖങ്ങ. പണ്ടത്തെ ജാഹിലിയ അറബി കവിങ്ങ പാടിയങ്കത്തെ പെണ്ണിടെ ಬಗ್ಗೆ കള്ളുടെ ಬಗ್ಗೆ ഉള്ളങ്കത്തെ സാഹിത്യ സമ്പുഷ്ടമായ ബൈത്തുങ്ങ. ആ ബൈത്തര അങ്ങ് പാടിയിട്ട് അതിൽ മുന്തിയ ബൈത്ത് കൊമ്പന്ന് കഅബാലയത്ത് കെട്ടിത്തൂക്കിക്കൊണ്ടിരുന്നാറ്. അതുകൊണ്ടാണ് അതുക്ക് മുഅല്ലഖ ബന്ധിപ്പിക്കപ്പെട്ടതെന്ന് ചൊല്ല പേരുണ്ട്. അതിൽ ഇംറഉൽ കൈസറ മുഅല്ലഖത്താണ് വലിയ സ്ഥാനമില്ലേ. ഏതായാലും മിക്കട്ട ആ ഭാഗം ഞാൻ വിശദീകരിക്കില്ല. അതില് സുഹൈറിന്റെ ഒരു പാട്ട് താജുൽ ഉലമ പാടിയോണ്ടുണ്ടു. സഇംതു അമഹാൻ പാടുற സഇംതു തകാലീഫൽ ഹയാത്തി വമൻ യഇഷ് ثمانين عاما لا أبالك يسأمي سئمت تكاليف الحياة ومن يعيش 80 عاما لا أبالك يسأمي. ജീവിതത്തെ തക്കാലീഫ് ഇതെല്ലാം ഞാൻ വെറുത്തുപോയ മടുത്തുപോയ ഒരാൾക്ക് 80 വർഷം ആയുസ് കിട്ടിയിട്ടുണ്ടായെങ്കിൽ പിന്നെ ജീവിതത്തിൽ എന്ത് ടേസ്റ്റാണ് അവനുകു. സഇംതു തകാലീഫൽ ഹയാത്തി വമൻ യഇഷ് 80 عاما لا أبالك يسأمي.
وأعلام علم المرء وأعلام علم اليوم والأمس قبله ولكنني പിന്നെ സുഹൈർ പാടുന്ന പാട്ട് വലാകിന്നനി അൻ ഇൽമി മാ ഫീ ഗദിൻ അമീ. ഇന്നലത്തെ ഇൽമും ഇണ്ടത്തതും നക്കുകൊണ്ടുണ്ട്, പക്ഷെ നാളെ എന്ത് സംഭവിക്കിട് നക്കൊന്നില്ലേ. ബേക്കൽ ഉസ്താദ് ഒന്ന് ശ്രദ്ധിച്ചപ്പോ താജുൽ ഉലമ ചന്തൂല എമ്പോ കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ പാട്ടാണ്. ജീവിതം ഇനി അള്ളാഹുടെ മുട്ട എത്തുള്ള ശ്രമാണ്, റബ്ബുടെ മുട്ട നാണെന്ന് പോണ്ടേ. മഹാന്മാർ അങ്ങനെയാണ്, അങ്ങ് വിചാരിച്ച പോലെ മരണപ്പെട്ടു പോയ സ്വാലിഹീങ്ങളാണ്. അള്ളാഹു ആ മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ഖൽബ് ശുദ്ധിയാക്കി തരുമാറാവട്ടെ. മൻ അഹബ്ബ ലിഖാ അല്ലാഹി അഹബ്ബല്ലാഹു ലിഖാഅ. അള്ളാഹുടെ കാണുണൂൻചൊല്ല ഇഷ്ട ഉണ്ടാ എങ്കിൽ നന്റെ കാണുണൂൻചൊല്ല ഇഷ്ട നന്റെ റബ്ബുകും ഇക്കിട്. അള്ളാഹു ഞങ്ങളെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒലിമ്പാമത്തെ ഹദീസ് മൻ സമത്ത നജ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പലക്ക നിങ്ങൾ നോക്കൂ. മൻ സമത്ത നജ തീന്ത്. ഒരാൾ മുണ്ടാണ്ട് തെച്ചാണ് അവನು രക്ഷപ്പെട്ട. മുണ്ടാണ്ട് തെച്ചാണ് അവർത്ത ವಸಲ್ಲಮ ತಂಗ ಜೊಂತು ಮುಂಡಾಂಟು ತೆಚ್ಚವನು ರಕ್ಷಪಟ್ಟ ಸುಮ್ಮನಿದ್ದವನು ಬಚಾವಾದ. മുണ്ടിയാണ് പോയ മുണ്ടിയെങ്ക് അവന് പരാജയപ്പെട്ടു പോണ്ട. പലപ്പോഴും ഈ പലക്കാൻ ചൊല്ലത് മനുഷ്യരെ നാശത്ത് എത്തുവാട്ട് പരാജയത്ത് എത്തുവാട്ട്. അതുകൊണ്ട് ചെമ്മ മുണ്ടുകു പോകണ്ട. നാവുടെ ആഫത്ത് ബൽദാണ്, അത് നിന്റെ പരാജയത്ത് എത്തുവാട്ട്. മൻ സ്വമത്ത നജ മുണ്ടാണ്ട് തെച്ചവണു വിജയിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പടിപാട്ടിത്ത് ഞാൻ അത്ഭുതപ്പെട്ടു പോയ എന്താണ് ഈ ഹദീസ്. സുബ്ഹാനല്ലാഹ്, നബി തങ്ങളെ ജവാമിഉൽ കലിമിൽ പെട്ടതാണ്. മുണ്ടാണ്ട് തെച്ചവണു രക്ഷപ്പെട്ടാൻ ചൊന്നെങ്കിൽ എന്താണ് നിങ്ങക്ക് മനസ്സിലായിട്ടിക്കൂന്ന് ഞാൻ വിചാരിക്കട്ടെ. നക്ക് ഫസ്റ്റ് ഇത് മനസ്സിലായിട്ടില്ല. എന്ത് മുണ്ടാണ്ട് തെച്ചവണു ബച്ചാവായൻ ചൊന്നെങ്കിൽ എങ്ങനെ കൊറിയ അർത്ഥം കൊന്തിന്ത് നന്റെ റൂമിൽ ഞാൻ എഴുതി വെച്ചിരുന്ന മൻ സ്വമത്ത നജ. അപ്പൊ അവിടെ ഒരാൾ കടന്നു വന്ന് ഈ ഹദീസ് നോക്കിയിട്ട് അയാൾ ഒരു സംഭവം ചൊന്തു. ഏത് കിതാബിൽ ഉണ്ടുണ്ട് അയാൾ ചൊന്നിട്ടില്ല, പക്ഷെ നല്ല അർത്ഥവത്തായ ഒരു സംഭവമാണ്. തീരെ മുണ്ടാത്തങ്കെത്ത ഒരാളിൻ ഒരു റായത്തിൽ തീരെ മുണ്ടാത്തങ്കെത്ത ഒരാളുണ്ട്. എന്തും മുണ്ടുള്ള അയാൾ ബായ്പണ്ട് അയാൾക്ക്, പക്ഷെ അയാൾ മുണ്ടുള്ള. അപ്പൊ കുറെ ആൾമാർ പിടിച്ചിട്ട് അയാൾ ടെസ്റ്റ് ആക്കിയാൽ എന്തുകൊണ്ടാണ് മുണ്ടുള്ള എന്ന് ചൊന്നിട്ടു. അങ്ങനെ നോക്കുമ്പോ ഇയാൾക്ക് ബായ്പണ്ട് മുണ്ടുള്ള, തീരെ മുണ്ടുള്ള. അവസാനം ഇയാൾക്ക് അടിച്ചാറ്. ഇയാൾ ഒരു കാട് കൊമ്പോയാറ്, അവിടെ ശരിക്കും അടിച്ചാറ്. ഇയാൾ എന്നിട്ടും ഒരു അക്ഷരം മുണ്ടുള്ള. അപ്പോഴാണ് ഒരു മരത്തെ പിന്നൊരു മരത്ത് അപ്പോഴാണ് അവിടെ ഒരു വേട്ടയാടുറവണ് ബണ്ട. അവനിങ്ങനെ വെടിപിടിച്ചിട്ട് എന്തെങ്കിലും ജീവി കിട്ടാൻ നോക്കിക്കൊണ്ടുള്ള, എന്തും കിട്ടിയോണ്ടില്ല അവനുകു. എന്തും ജീവി അവനുകു അവിടെ കണ്ടോണ്ടില്ല. അങ്ങനെ തേടിയോണ്ടിരിക്കുമ്പോഴാണ് ഒരു മരത്തെ പിന്നൊരു മരത്ത് ഒരു പക്ഷി ഇങ്ങനെ പാറുമ്പോ ഓണയ്ക്ക് വെടിവെച്ച അത് ചത്തുവയ്ത്ത്. അപ്പ ഇയാൾ മുണ്ടാത്ത ആള് അപ്പ മുണ്ടിത്ത്. അപ്പ ചെന്നാറ് നോക്കൂ നിക്ക് ബായ് വണ്ടില്ല മുണ്ടോവ് തരില്ല എന്ന് ചൊല്ലത് വെറുതെകല്ലേ, നീ എന്തിപ്പ മുണ്ടിയേ. അപ്പ അയാൾ ചൊന്തു നാൻ ഇപ്പ മുണ്ടോവ് കാരണമുണ്ട്. എന്തിനാ കൊന്തുണ്ട മൻ സ്വമത്ത നജാൻ ചൊല്ല ഹദീസിന്റെ പൊരുൾ ഇപ്പൊ നക്ക് കറക്റ്റ് മനസ്സിലായിത്ത്. മുണ്ടാണ്ട് തെച്ചവണ് വിജയിച്ചാണ്ടല്ലേ. അവിടെ നോക്കൂ ആ വേട്ടയാടുറവണ് എത്ര നേരായിട്ട് ഇങ്ങനെ വെടിപിടിച്ച് കാത്തോണ്ടുള്ള ഒരു പക്ഷിയും അവനക്ക് കണ്ടില്ലേ. ഒരു പക്ഷി ഒരു മരത്തെ പിന്നൊരു മരത്തേക്ക് ശബ്ദം ആക്കി പാറുമ്പോ ಅವನುಗೊಂತೈತು. ಅದರ ಬಾಯಿಯ ಸೌಂಡ್ ಬರ್ತಾಕ್ಯಪ್ಪ ಅವನುಗೊಂತೈತು. ಅವನ್ വെടിവെച്ച അത് ചത്തുവയ്ത്ത്. അത് മുണ്ടിയത് കൊണ്ട് അതുക്ക് ലോസ് ആണ്, അത് പരാജയപ്പെട്ടു വയ്ത്ത്. അതുകൊണ്ട് മൻ സമത്ത നജാൻ ചൊല്ലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസ് നക്ക് കറക്റ്റും ബോധ്യപ്പെട്ടിട്ട് അയാൾ ചൊന്ന ഒരു സംഭവമാണ്. അല്ലാഹു അലം. പക്ഷെ ഈ ഹദീസ് ഷൂട്ട് ആവടെങ്കെത്ത നല്ല സംഭവം മൻ സമത്ത നജ മുണ്ടാണ്ട് തെച്ചവണു രക്ഷപ്പെടുക. വ ഇന്ന മിൻ ആഫത്തിൽ ഇൻസാനി മൻതിഖഹു ബഹുമാനപ്പെട്ട റസാനത്തിൽ ഈ ബൈത്ത് കാണ്ട് നീ ഒരിക്കലും നിന്റെ ബായി തുറക്കണ്ട. ആഫത്താണ്, മനുഷ്യരുടെ ആഫത്താണ് അവന്റെ പലക്ക. ഫലിഫ്ദഉൽ മായി തണ്ണിലുള്ളങ്കത്തെ കപ്പ അത് മുണ്ടാണ്ട് തെച്ചെങ്ക് രക്ഷപ്പെടുക. അത് സൗണ്ട് ആക്കിയിട്ടുണ്ടായെങ്ക് കെരടെ സൈഡിലുള്ളങ്കത്തെ പാമ്പും ബാക്കി ഉച്ചിങ്ങ വന്നിട്ട് അതിനെ പിടിക്കിട്. സൗണ്ട് ആക്കിയെങ്ക് അതുക്ക് സോളാണ്, സൗണ്ട് ആക്കിയില്ലെങ്കിൽ മുണ്ടിയില്ലെങ്കിൽ അതുക്ക് രക്ഷയാണ്. അതുകൊണ്ട് നിന്റെ ബായിയുടെ ആവശ്യത്തിന് മാത്രം നീ ഓപ്പൺ ആക്കണു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്ന പലക്ക എത്ര അർത്ഥവത്താണ്. മൻ സമത നജ. പത്താമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഒരു ഹദീസ് ചൊല്ലു മൻ ലാ യർഹം ലാ യുർഹം, മൻ ലാ യർഹം ലാ യുർഹം.
മൻ ലാ യർഹം ലാ യുർഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്തു, മൻ ലാ യർഹം, ഒരാൾ റഹ്മത്ത് ആക്കില്ല, കാരുണ്യം ആക്കില്ല ഉണ്ടായെങ്കിൽ ലാ യുർഹം, അവനുകും റഹ്മത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്ത് കിട്ടില്ല. മൻ ലാ യർഹം ലാ യുർഹം മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വടിപാട്ടിത്ത്, ഒരാൾ കരുണ ആക്കില്ലാണ്ട് വിചാരിക്കുക, ആരൊട്ടിയെയും അവനുക്ക് കരുണമേ ഇല്ല എങ്കിൽ ലാ യുർഹം, അവനുകും അപ്പുറ കരുണ കിട്ടലാണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഞങ്ങൾക്ക് വടിപാട്ടി തന്നോണ്ടുള്ളേ. അതുകൊണ്ട് എപ്പോഴും ആ വിഷയം ശ്രദ്ധിക്കൊണ്ടുണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഞങ്ങൾക്ക് വിശാലമായി ഈ ഹദീസ് വടിപാട്ടി തന്റെ. മൻ ലാ യർഹം ലാ യുർഹം, റഹ്മത്ത് ആക്കാത്തങ്കത്ത ആളുകൾ, കരുണ ചൊരിയാത്തങ്കത്ത ആളുകൾ ഒരു കരുണയും കിട്ടില്ലാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്ന പലക്ക അക്ഷരാർത്ഥത്തിൽ സത്യാണ്. എവിടെയും മക്കളൊട്ടിയും വിർസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സദസ്സിൽ ഹസൻ റളിയല്ലാഹു അൻഹുടെ ഓർക്ക് ചുംബിച്ചു. ഹസൻ റളിയല്ലാഹു അൻഹുടെ ചുംബിച്ചപ്പ അവിടെ സദസ്സിൽ അഖ്റബുൻ ഹാബിസ് ചൊല്ലങ്കത്തെ ഒരാളിൻ സ്വഹാബീൻ, അയാൾ അത്ഭുതപ്പെട്ടു ചൊന്തു, ഇന്നലി അശറത്തം മിനൽ ഔലാദ്, നബിയെ നക്ക് 10 മക്ക ഉള്ളാറ്, മാ ഖബ്ബൽതു മിൻഹും അഹദൻ, അങ്ങളെ കൂട്ടത്തിൽ ഒരാളെയും ഞാൻ എന്താക്കിയിട്ടില്ല, ഇണ്ട് തോല ചുംബിച്ചിട്ടില്ല ചൊന്ന. അപ്പോഴാണ് ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലേ, മല്ലാ യർഹം ലാ യുർഹം, കാരുണ്യം ആറ് ആക്കില്ലേ അവനുകും തിരിച്ച് കാരുണ്യം കിട്ടില്ലാണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഞങ്ങൾക്ക് വടിപാട്ടി തന്നോണ്ടുള്ളേ. അപ്പൊ എല്ലാവരൊട്ടികയും കരുണ വേണു, സ്വന്തം മക്കളൊട്ടിಗೆ, പെഞ്ഞായിമാരൊട്ടിಗೆ, കുടുംബത്തെ ആൾമാരൊട്ടിಗೆ വേണുണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഇതിലൂടെ ഞങ്ങൾക്ക് വടിപാട്ടി തന്റെ. നല്ല പിർസപ്പാട് സ്വന്തം മക്കളൊട്ടിಗೆ വേണു, സ്വന്തം പെഞ്ഞായിരൊട്ടിಗೆ വേണു, അർസാക്കിക്കൊണ്ടിക്കടെ ഗലാട്ടാക്കിക്കൊണ്ടിക്കടെ ഒരു കരുണയും ഇല്ലാത്തൊരു ക്രൂരി ജീവിയുടെ പോലെ ഇക്കട ആൾമാരുള്ളാർ. ചിലപ്പ ഭക്ഷണത്തിന് ഉപ്പ് ആറയിത്തുണ്ടായെങ്കിൽ, അല്ലെങ്കിൽ ചായത്തുക്ക് മധുരം യാറയിത്തുണ്ടായെങ്കിൽ അതിരമേ മുസുണ്ടു വലിച്ചെറിഞ്ഞ കുറെ ജാഹിലിയ സംസ്കാരത്തെ കുറെ ആൾമാരുള്ളാർ. യഥാർത്ഥത്തിൽ കരുണയാൻ ചൊല്ലത് അവന്റെ മനസ്സിനെ കണ്ടിട്ടേ ഇല്ല, അവനുക്ക് ഒരു പിർസ ഇപ്പറക്ക് ഇട്ടതുമില്ല. ആറ് കാണോ അങ്ങോട്ട് കരുണയുള്ളേ അവനുക്ക് ഇപ്പറവും കരുണ കിട്ടു, അള്ളാഹുടെ ഭാഗത്തെയും കിട്ടു, മനുഷ്യന്മാരുടെ ഭാഗത്തെയും കിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ಬಗ್ಗೆ ചൊന്നരമേ ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകത്തുള്ള മുഴുവൻ ആൾമാർക്ക് റഹ്മത്തായിട്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിയോഗിക്കപ്പെട്ടെ. എല്ലാവർക്കും കരുണയാണ്, എല്ലാ ജീവി നിർജീവിക്കും നബി തങ്ങ കരുണയാണ്. ആ കാരുണ്യത്തെ ആയിരക്കണക്കിൽ സംഭവങ്ങൾ ഇസ്ലാമി കിതാബിൽ സമൃദ്ധമാണ്. അതുകൊണ്ട് മല്ലാ യർഹം ലാ യുർഹം, കരുണ ആക്കാത്ത ആളുകൾ ഒരിക്കലും കരുണ കിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കരുണയും പിരിസപ്പാടും എത്രയാണ്. ബഹുമാനപ്പെട്ട സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു ചൊല്ലങ്കെത്ത ഒരാള് ഷാമുടെ ഏതോ മാർക്കറ്റിൽ ആൾമാർ കൊമ്പന്ന് വിത്താറ്, അവസാനം മക്കത്ത് എത്തിത്ത് സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിട്ടിത്ത് ഹക്കീം ഇബ്നു ഹിസാമുടെ കയ്യിൽ ഖദീജ റളിയല്ലാഹു അൻഹയുടെ സഹോദരയുടെ മോണു, പിന്നെ ഖദീജ റളിയല്ലാഹു അൻഹാക്ക് കിട്ടിത്ത് ആ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തു. ഈ സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു ചൊല്ലങ്കെത്ത മഹാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദത്തുപുത്രയുടെ പോലെ പോറ്റുമോന്റെ പോലെ അവിടെ ഇൻത്ത് നബി തങ്ങൾ എല്ലാ സ്നേഹവും പിർസവും കിട്ടിയങ്കെത്ത മഹാനാണ്. അവസാനം സ്വന്തം ബാപ്പ ബേജാറിൽ തേടി 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 മക്കത്ത് എത്തിത്ത് സ്വന്തം മോന്റെ അവിടെ കണ്ടോണ്ടുണ്ടു. നണ്ടൊട്ടിಗೆ ಬರ್ನೂನ್ ചെന്നപ്പ മോൻ ചെന്ന പലക്ക നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വിട്ടു ലോകത്ത് ഒരാളെ മുട്ട ഞാൻ പോണ്ടില്ലേ, വന്നത് നന്റെ ബാപ്പയാണ്, നന്റെ എളാപ്പയാണ്, ശരി, പക്ഷേ നിങ്ങളൊട്ടിಗೆ കിട്ടിയങ്കെത്ത പിർസപ്പാടും റഹ്മത്തും അത് അതുല്യമാണ്, തുല്യതയില്ലാത്തതാണ്. അതുകൊണ്ട് ഒരാളിലൊട്ടിಗೆ ഞാൻ പോണ്ടില്ല, നിങ്ങളാട്ടിയാറ ഞാൻ ഒരാളെയും തെരഞ്ഞെടുക്കില്ലാണ്ട് സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു ചൊല്ല ആ മഹാൻ ചൊന്തുണ്ടായെങ്കിൽ സുബ്ഹാനല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാത്ത പിർസപ്പാടും മഹബത്തും എല്ലാം കിട്ടിയങ്കെത്ത മഹാനാണ് സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ധാരാളം മക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംരക്ഷണത്തിൽ വളർന്നു വന്നറാർ. ചെമ്മ ആൾമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മടിയിൽ ജീവിച്ചെങ്കെത്ത മഹാന്മാരാണ്. അങ്ക്കെല്ലാം വല്ലാത്ത കരുണയാണ് കിട്ടിയത്. ഏതായാലും അത് ഞാൻ ചെമ്മ വിശദീകരിക്കില്ല. മല്ലാ യർഹം ലാ യുർഹം, കരുണ ആക്കാത്ത ആളുകൾ ഒരിക്കലും കരുണ ഇപ്പറ കിട്ടില്ല. അവസാനം 11ാമത്തെ ഹദീസ്, അൽ മുഅ്മിനു മിർആത്തുൽ മുഅ്മിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്ന ഹദീസാണ്. സംക്ഷിപ്തമായ ഹദീസ്, വലിയ അർത്ഥമുണ്ട്. ഒരു മുഅ്മിൻ, ഒരു സത്യവിശ്വാസി പിന്നൊരു സത്യവിശ്വാസിയുടെ കണ്ണാടിയാണ്. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടാന്ന് ചൊല്ലുന്നങ്ങ് കേട്ട, നല്ലൊരു ചങ്ങായി ഉള്ളാണ് പിന്നെ കണ്ണടി നോക്കണോണ്ടില്ല, തന്റെ ഐബും കൊറത്തെയും അവണ് നക്ക് ചെന്തണ്ട, അത് നക്ക് സ്വീകരിക്കണമെത്ത മനസ്സും ഉണ്ടാവണം. അപ്പൊ ഒരു മുഅ്മിൻ പിന്നൊരു മുഅ്മിന്റെ കണ്ണാടിയാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാട്ടിത്ത് അൽ മുഅ്മിനു മിർആത്തുൽ മുഅ്മിനി വൽ മുഅ്മിനു അഖുൽ മുഅ്മിൻ. ഒരു മുഅ്മിൻ പിന്നൊരു മുഅ്മിന്റെ സഹോദരനാണ്. ഓണുകു നൊമ്പലാവുമ്പോ അവനുകും നൊമ്പലാവണു. യക്ഫി അൻഹു ലൈഅതഹു യക്ഫി അൻഹു ലൈഅതഹു വയഹൂതുഹു മിൻ വറാഇഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാട്ടി തന്നോണ്ടുണ്ട്. എന്തിനു ചൊന്നെങ്കിൽ ഒരു മുഅ്മിൻ പിന്നൊരു മുഅ്മിന്റെ പിന്നെ കണ്ണാടിയാണ്. അവനു പിന്നൊരു മുഅ്മിന്റെ എല്ലാവിധ സമ്പത്തും കാക്കട. സമ്പത്ത് അവൻ അക്രമിക്കില്ല, അവന് ഒരു ഉപദ്രവവും അവനാക്കില്ല, അവന്റെ സമ്പത്ത് അവന് കാക്കട. എന്നിട്ടോ വയഹൂതുഹു മിൻ വറാഇഹി ഐ യഹ്ഫദു ജമീഅ ശുഊനി അഖീഹി. തന്റെ സഹോദരന്റെ എല്ലാ കാര്യത്തെയും ഓന് കാക്കിടാണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ നമുക്ക് പഠിപ്പാട്ടി തന്നോണ്ടുള്ളേ. അപ്പൊ ഒരു മുഅ്മിൻ പിന്നൊരു മുഅ്മിന്റെ ചങ്ങായിയാണ്. അവൻ ഒരിക്കലും പിന്നൊരുത്തരെ ആക്രമിക്കുക പോണ്ടുള്ള, ഉപദ്രാക്കുക പോണ്ടുള്ള, യക്ഫീൻറ്റല്ല യകുഫു അൻഹു ലൈഅതഹു. അവന്റെ സമ്പത്തിനെ ഓൻ കാക്കട. അപ്പൊ ആ ചങ്ങായിക്ക് നല്ലത് മാത്രാണ് ഓൻ ഉദ്ദേശിക്കടേ. ഒരാൾ ചൊന്തു സദീഖി മിർആത്തുൻ ഉമീതു ബിഹൽ അദാ. നന്റെ ചങ്ങായി അവന് കണ്ണാടിയാണ്. ആ കണ്ണടി നോക്കിയിട്ട് നന്റെ മുഖത്തിലുള്ള കലരെ അതുപോലെ വേറെന്തെങ്കിലും ഉണ്ടുണ്ടായെങ്കിൽ അതിനെ നാൻ നീക്കും പോലെ നന്റെ ചങ്ങായിടെ കൊണ്ട് നാണത് നീക്കടേ. വൈൻ ലാഖ അംരി ഔ അലമ്മത് മുലിമ്മത്തുൻ ലജഅതു ഇലൈഹി ദൂന കുല്ലി ഷഖീഖി. നന്റെ കാര്യം കുടുസൈത്ത് നക്ക് ദുഃഖം ബന്തുണ്ടായെങ്കിൽ, പ്രയാസം ബന്തുണ്ടായെങ്കിൽ നന്റെ ചങ്ങായിടെ മുട്ട നാൻ പോണ്ടേ. അവനു എല്ലാ പരിഹാരവും നക്ക് തണ്ട. അൽ മുഅ്മിനു മിർആത്തുൽ മുഅ്മിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊല്ലു, ഒരു മുഅ്മിൻ പിന്നൊരു മുഅ്മിന്റെ കണ്ണാടിയാണ്. ഒരു മനുഷ്യക്ക് അള്ളാഹു കൊടുക്കുന്ന വലിയ അനുഗ്രഹമാണ് അവന്റെ മുഖം. ആ മുഖം നല്ല ചന്തത്തിൽ വേണു. ഒരു കൊറത്തെയും ഇക്കു തീറ, ഒരു ഐബും ഇക്കു തീറാണ്ട് എല്ലാരും ആശിച്ചോണ്ടിരിക്കാറ്. ചില ആൾമാരെല്ലാം കണ്ണാടിയുടെ മുന്നിൽ നിണ്ടാറുണ്ടായും ഗണ്ടകട്ടൽ അവിടെ ഭർത്താവില്ല. സുബ്ഹാനല്ലാഹ്, ഒരു നാളിൽ എത്രമാ ഗണ്ട അങ്ക് അങ്ങളമേ ചന്താക്കുക വേണു. അത് അർത്ഥം എന്തരേ? നന്റെ മുഖം എപ്പോഴും ഒരു കൊറത്തെയും ഇല്ലാണ്ട് നല്ല ക്ലീൻ വേണു. അവന് നല്ല ഇഷ്ടപ്പെട്ട മുടി എല്ലാം ബാരിട്ട് നല്ല എണ്ണ ഇട്ടിട്ട് തല ബാരിട്ട് അവന്റെ മീശ എല്ലാം ഉണ്ടുണ്ടായെങ്കിൽ അതിലെല്ലാം കറക്റ്റ് കട്ടാക്കിയിട്ട് പല്ലെല്ലാം ശുദ്ധിയാക്കിയിട്ട് കാണുമ്പമേ ഒരു ചന്ത, നല്ല റാഹത്ത് വേണു. അത് ഏതൊരു മനുഷ്യനും ഉദ്ദേശിക്കുന്നതാണ്. ആ മുഖത്തെ ന്യൂനത നോക്കുള്ള മാധ്യമാണ് കണ്ണാടി. കണ്ണാടിയിൽ നോക്കിയിട്ടാണ് ഇതിലെല്ലാം ചന്താക്കടെ. എങ്കിൽ ഒരു മുഅ്മിനായ ആളുകളുള്ള കണ്ണാടിയാണ് പിന്നൊരു മുഅ്മിൻ. ഓണ് ആ കണ്ണാടി നോക്കണോണ്ടില്ല. ഈ മുഅ്മിന്റെ ഒട്ടിയെ കൂടിയെങ്ക് മെയ്. അപ്പോ മുഅ്മിനായ ആള് പിന്നൊരു മുഅ്മിന്റെ കണ്ണാടിന്ന് ചൊല്ലുമ്പോ എന്തൊരർത്ഥം? കണ്ണടിയുടെ സ്വറ വെറും ദർശനം മാത്രാണ്, അതിൽ കാട്ടുന്നത് മാത്രാണ്. അതേ സമയത്ത് വേറെ സ്കാനിങ് ആക്കണമാ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്സ്റേ എടുക്കണമാ അങ്ങനത്തെ സ്വറ ഈ കണ്ണാടിക്കില്ല. അതുകൊണ്ട് മുഅ്മിന്റെ സ്വരം ഓന്റെ ഐബു അവനു ചൊന്നു കൊടുക്കുക. അതേ സമയത്ത് അതിനെ ചൂഞ്ഞ് അന്വേഷിച്ചുകൊണ്ടിരിക്കടെ, അവന്റെ മര്യാദ എടുക്കടെ, അവന്റെ രഹസ്യം കട്ടുകേക്കടെ, ഇതെന്തും തീറ. അത് കണ്ണാടിയുടെ സ്വര അല്ല, ദർശനം മാത്രാണ്. വിഷയങ്ങൾ അവനുക്ക് പറഞ്ഞു കൊടുക്ക, അവന്റെ നന്നാക്കുള്ള ശ്രമം നടത്ത, മോശമായ ധാരണകൾ വെച്ച് പുലർത്തുക തീറ. ഇയ്യാക്കും വല്ലന്ന ഫഇന്ന ലന്ന അക്ദബുൽ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്തു, കുറെ ധാരണ നിങ്ങൾ ഒഴിവാക്കറു. ഇണ്ടത്തെ ഏറ്റവും വലിയ സമസ്യയാണ് വെറുതെകും ആരമാ ಬಗ್ಗೆ എന്തെല്ലാം വിചാരിച്ചോണ്ടിരിക്കടെ. ഓ അവൻ അങ്ങനെമാ, അവಳು നന്റെ ಬಗ್ಗೆ ഇങ്ങനെ ചെന്നമ്മ, അവൾ ഇങ്ങനെ ചെന്നാള, ഓൾ ഇങ്ങനെ ചെന്നാള, നിരക്കരടെ അവൾ നന്റെ അങ്ങനെ ചെന്നാള. വെറുതെകും ദൂര നിന്റെ അർത്ഥ വെച്ചോണ്ടിരിക്കടെ. ഒരു ജണ്ടാൾ അവിടെ മുണ്ടിയാറുണ്ടായെങ്കിൽ ഞാൻ വെറുതെകും വിചാരിക്കും നന്റെ വിഷയം മുണ്ടി ഉണ്ടുള്ളേ അല്ലെങ്കിൽ ഓന്റെ വിഷയം മുണ്ടി ഉണ്ടുള്ളേ എന്ന് ചൊന്നിട്ടു ഒരു അറിവുമില്ലാത്ത വെറുതെകും പൊട്ടു ധാരണകൾ മാത്രാണ് ഏറ്റവും വലിയ കളവാണിത്. അതിനെ നിങ്ങൾ ജാഗ്രത ആക്കണോണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ നമുക്ക് പഠിപ്പാട്ടി തന്നോണ്ടുള്ളേ. അതുകൊണ്ട് ഒരു മുഅ്മിൻ പിന്നൊരു മുഅ്മിന്റെ ಬಗ್ಗೆ എപ്പോഴും തപ്പു വിചാരിക്കുക, ഇല്ലാത്തത് ചൊല്ലുക. അവന്റെ ഐബു എടുത്തു ചൊന്നിട്ടു അവന്റെ എന്തെല്ലാം ആക്കി വേദനിപ്പിക്കിടങ്കെത്ത ദുർഗുണം ഒരു മുഅ്മിൻക്ക് ഉണ്ടാവുക തീരാണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാട്ടെ. ഐബ് അറിയണു, സ്വന്തം കുറത്തെ കണ്ടറിയണു. അതുകൊണ്ട് ಅದಕ್ಕೆ ചെമ്മ മാർഗങ്ങൾ ഇമാമിയങ്ങ പഠിപ്പാട്ടിടാറ്. അത് വിശദീകരിക്കുക നേരെയില്ല. അൽ മുഅ്മിനു മിർആത്തുൽ മുഅ്മിൻ ചൊല്ലുമ്പോ നന്റെ സ്വന്തം ഐബ് അറിയുക പല കാരണമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാന്മാർ ചെല്ലാറ്, ഒരാളെ കൊണ്ട് അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചാണ്ടായെങ്കിൽ ബസ്സറഹു ബി ഉയൂബി നഫ്സി, അവന്റെ കുറത്തടെ അള്ളാഹു അവനുക്ക് കാട്ടിക്കൊടുക്കടാന്ത. അവന്റെ കുറത്തടെ അള്ളാഹു അവനുക്ക് കാട്ടിക്കൊടുക്കടാ. പക്ഷേ ഗസാലി ഇമാം വിശദീകരിക്കുന്നത് വലാകിന്ന അക്സറൽ ഖൽഖി ജാഹിലൂന ബി ഉയൂബി അൻഫുസിഹിം. ഇന്റെ അധിക ആൾമാർക്കും അങ്ങളെ സ്വയം കുറത്തെ ഗൊന്തേയില്ല. അവന്റെ ശരീരത്തിൽ ആയിരക്കണക്കിൽ ഐബുണ്ട്. സുബ്ഹാനല്ലാഹ്, ഒരാൾ നല്ല വസ്ത്രം ഇട്ട് നടന്നുകൊണ്ടുണ്ട്, ആ വസ്ത്രത്തിൽ എവിടെമാ ചെറിയൊരു ദ്വാരം ഉണ്ട്, ഒരു ഒട്ട ഉണ്ട്.
ഇപ്പുറത്ത് തീരെ ശരീരത്തിൽ വസ്ത്രം ധരിക്കാത്ത ആള് ഓണ് അവന്റെ നോക്കി കളിയാക്കി, അതാ നിന്റെ ശരീരത്തിൽ നിന്റെ ഡ്രസ്സിൽ ഒട്ട ഉണ്ടോണ്ട്. അവൻ ശരീരത്തിൽ മൊത്തം ഡ്രസ് ഇട്ട ഒരു ചെറിയ ദ്വാരാണ്, ഓൺ തീരെ ഡ്രസ്സേ ഇട്ടിട്ടില്ല, ഓണ് അവന്റെ കളിയാക്കടേ. ഇതുപോലത്തെ ദുനിയാവിലാണ് ഞങ്ങൾ ജീവിച്ചോണ്ടുള്ളത്. സ്വന്തം ആയിരക്കണക്കിലുള്ള ഐബ് നന്റെ ചുറ്റുവരുതിട്ടുണ്ട്, പക്ഷെ അതെന്തും കാണില്ല. പിന്നൊരാളെ കണ്ണിൽ ചെറിയ കാട്ട ഉണ്ടുണ്ടായെങ്കിൽ അത് നക്ക് കൊന്താവിടും. അത് മുഅ്മിന്റെ പണിയല്ല. മുഅ്മിൻ പിന്നൊരാളെ നന്നാക്കുകയും അവനു നല്ലത് വിചാരിക്കുകയുള്ള ആ ഒരു ബുദ്ധിയും കൽബും അവനു ഉണ്ടാവണുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പടിപ്പാട്ടിയോണ്ടുണ്ട്. അൽ മുഅ്മിനു മിർആത്തുൽ മുഅ്മിൻ. ഒരു മുഅ്മിൻ പിന്നൊരു മുഅ്മിന്റെ കണ്ണാടിയാണ്. അവിടെ ഇടക്ക് വെച്ച് ഞാൻ ഓർമ്മപ്പെടുത്തിയോണ്ടുള്ള ഇമാം ഗസ്സാലി റഹിമഹുല്ല, ഒരാൾക്ക് അവന്റെ കുറത്തെ അറിയുകയുള്ള എന്തെല്ലാം മാർഗങ്ങളുണ്ട്, 4 മാർഗം ഇമാം ഗസ്സാലി റഹിമഹുല്ല നമുക്ക് പടിപ്പാട്ട്. നന്റെ ഐബ് അറിയുകയുള്ള 4 മാർഗങ്ങൾ. പിന്നൊരാളെ ಬಗ್ಗೆ ആലോചനാക്കിടാട്ടി മുന്നോൾ നന്റെ കുറത്തയുടെ ಬಗ್ಗೆ ഞാൻ ചിന്തിക്ക. എന്താണത്? ഒന്ന്, നല്ല ഒരു ഷെയ്ഖുടെ മുന്നിൽ പോയി ദിക്റെ, നന്റെ ആന്തരികമായ വിഷയങ്ങളെല്ലാം ഗൊന്താവിടെ നല്ല ഒരു ഷെയ്ഖ്, നല്ല ഒരു മുർഷിദ്, നല്ല ഒരു ഉസ്താദരെ മുന്നിൽ ദിക്റെ. അത് ഇന്നത്തെ കാലത്ത് വളരെ അപരൂപാണ്. അങ്ങനത്തെ ഒരു ഷെയ്ഖ് കിട്ടൽ അപരൂപാണ്. അപ്പൊ നല്ല ഒരു ഷെയ്ഖുടെ മുന്നിൽ ദിക്റുത് അത് നാണ് നന്നാവുകുള്ള നന്റെ ഐബ് അറിയുകുള്ള കാരണാണ്. ഒന്ന്. രണ്ടാമത്തെ മറന്ത് ഗസ്സാലി ഇമാം ചൊല്ലു, നന്റെ കുറത്തെ അറിയുകുള്ള മറന്ത് അതാണ് നല്ല ഒരു ചങ്ങായിടെ സ്വീകരിക്കലേ. അതാണ് അൽ മുഅ്മിനു മിർആത്തുൽ മുഅ്മിൻ. ഒരു മുഅ്മിൻ പിന്നൊരു മുഅ്മിന്റെ കണ്ണാടിയാണ്. ആ മുഅ്മിൻ ലാ യഖ്ദുലുഹു, ഓണു അവന്റെ നിസാറാക്കില്ല, ഐബാക്കില്ല, അവനു നല്ലത് മാത്രം വിചാരിക്കട. അതുകൊണ്ട് ഒരു നല്ല ചങ്ങായി വേണു, നല്ല കൂട്ടുകെട്ടു വേണു. മനുഷ്യൻ നന്നാവുകുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണാണ് നല്ല ആൽമാരൊട്ടിക കൂടാ. ഓർമ്മപ്പെടുത്തിയ പോലെ നീ സ്വാലിഹീങ്ങളൊട്ടിക നല്ല ആൽമാരൊട്ടിക കൂടണു, നല്ലതുമായി നീ ബന്ധപ്പെട്ടോണ്ടിക്കണു എങ്കിൽ ആ നല്ല ആൽമാർ ഭൂമിയിലുള്ള ചന്ദ്രന്മാരെ പോലെയാണ്. മാ ഉൽ കനീഫി ഇദാ മാ സാല മുഖ്തലിത്ത ബിമാ ഇനഹ്റിൻ ഫസാലത് മിൻഹു അഖ്ദാറു. കക്കൂസ്ര വെള്ളം, ആ അതുപോലെ മോശമായ തണ്ണി, അത് ഭയങ്കര സ്മെല്ലാണ്, ആറും മുട്ട അടുക്കില്ല. പക്ഷേ അത് പൊലയുടെ നല്ല തണ്ണിയുമായി മിക്സായി പോകുമ്പോ നല്ലതേത് ബെടക്കേതിന് ഗൊന്താവാത്ത പോലെ ബെടക്കും നല്ലായി മാറ്. പൊലയുടെ തണ്ണിൽ മിക്സ് ആവുമ്പോ ഈ ബെടക്ക് തണ്ണി നല്ലാവും പോലെ സ്വാലിഹീങ്ങളൊട്ടിയെ കൂടുമ്പോ നന്റെ സ്വഭാവവും നന്നാവുടു, നാണും നല്ല ആവിടാൻട്ടാണ് ഇമാമിങ്ങ പടിപ്പാട്ടത്. അതുകൊണ്ട് നല്ല ഒരു ചങ്ങായി വേണു, നല്ല ഒരു ചങ്ങായി വേണു. പക്ഷെ ആ ചങ്ങായി സോപ്പിട്ടെത്ത ആളാവുക. വെറുതെകും ഓണ്ടൽ ഇല്ലാത്തതെല്ലാം ചൊന്നിട്ട് ഓന്റെ ഐബെല്ലാം മറച്ചു വെച്ചിട്ട് ഓന്റെ പിന്നെയും പിന്നെയും പൊന്തിച്ചിട്ട് ഓന്റെ എന്തെങ്കിലും ഭൗതികമായ ലാഭം ഉണ്ടെങ്കിൽ അത് മാത്രം എടുക്കുള്ള കുറെ ചങ്ങായിമാരുള്ളാർ. ആ ചങ്ങായിയുടെ പിറകത്തെ പോയെങ്കിൽ ഓന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോണ്ടു. ഞങ്ങളെ മക്കളെ, ഞങ്ങളെ യുവാക്കൾ, ഞങ്ങളെ എല്ലാ ആൾമാറും, ഞങ്ങൾ എല്ലാവരും നല്ല നല്ല ആൾമാരൊട്ടിയെ കൂടണുണ്ടാണ്. അൽ മുഅ്മിനു മിർആത്തുൽ മുഅ്മിൻ ചൊല്ലുന്ന ഹദീസിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഞങ്ങൾക്ക് പടിപാട്ടി തന്നോണ്ടുള്ളേ. പിന്നെ കുറത്ത് അപ്പൊ നല്ല ഒരു ചങ്ങായി വേണു, നല്ല ചങ്ങായി വേണു. ആ ചങ്ങായി എന്തെങ്കിലും ഐബ് ചൊല്ല അതിനെ നോക്കിയിട്ട് പരിഹരിക്കുള്ള ശ്രമമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എല്ലാം ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു പോലോത്ത സ്വാഹിബു സിർ റസൂലില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രഹസ്യം സൂക്ഷിക്കണമെങ്കിൽ ഒരു സ്വഹാബിയാണ്. അയാളൊട്ടി അപ്പപ്പ കേട്ടോണ്ടിന്ത് ഫഹൽ തറാ അലയ്യ ശൈഅൻ മിൻ ആസാരിൻ നിഫാഖ്, നന്റൊട്ടിക്ക് എന്തെങ്കിലും നിഫാഖ് കാണ്ട, മുനാഫിഖീങ്ങ ഇന്ന ഇന്ന ആൾമാറുണ്ടല്ല നബി തങ്ങ ചൊന്നു കൊടുത്തിട്ടിന്ത്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊന്നു കൊടുത്തത് ഇയാൾ ഗൊന്തുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു കേക്കടെ നന്റെല്ലെന്തെങ്കിലും നിഫാഖ് കണ്ട, ആരാണ് കേക്കടെ? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബി ഉമർ റളിയല്ലാഹു അൻഹു. അപ്പപ്പ നന്റെ ഐബ് എന്തെങ്കിലും ഉണ്ടാ ഒന്ന് ചെല്ലറു. അതേ സമയത്ത് ഗസ്സാലി ഇമാം ചൊല്ലു, വഖദ് ആലൽ അംറു ഫി അംസാലിന ഇലാ അന്ന അബ്ഗദൽ ഖൽഖി ഇലൈനാ മൻ യൻസഹുനാ വയുഅർരിഫുനാ ഉയൂബനാ. ഇന്ന് ഞങ്ങളെ അവസ്ഥ എന്തായിരുന്നു ചൊന്നെങ്കിൽ, ഞങ്ങൾക്ക് ഏറ്റവും അർഷമുള്ള ആളാരും ചൊന്നെങ്കിൽ ഞങ്ങളെ കുറത്തെ ഞങ്ങളെ ഐബ് ആരെങ്കിലും ഞങ്ങളൊട്ടിಗೆ വന്ന് ചൊന്തുണ്ടായെങ്കിൽ അവന്റെ ഒട്ടിಗೆ ഭയങ്കര അർസാണ്. നന്റെ ಬಗ್ಗೆ വെറുതെകും ഇല്ലാത്തത് എന്നിട്ട് പൊന്തുവാട്ടിയാണ്ടായെങ്കിൽ അവന്റെ ഒട്ടിಗೆ വലിയ ഫിർസാണ്. ഇത് ഞങ്ങളെ സർവനാശത്തുള്ള തെരുവാണ്. ഒരു മുഅ്മിൻ സത്യവിശ്വാസി നല്ല ഒരാള് നന്റെ ഐബ് നന്റെ ഒട്ടിಗೆ ചൊന്നാണ്ടായെങ്കിൽ അത് സ്വീകരിക്കണമെങ്കിൽ ഗുണം വേണു. അവിടെ ഒരിക്കലും കുറങ്ങടെ സ്വഭാവം സ്വീകരിക്കുക, മങ്കടെ സ്വഭാവം സ്വീകരിക്കുക. യുമസ്സിക്കുൽ ഖിറദു വക്റൽ ലിസ്സഫാരിയത്തി ഇദാ ലഹു നസഹത് ഫീ വാബിലിൽ മത്തരി. മങ്കടെ സ്വഭാവം അതാണ്. ആറ് ഉപദേശിച്ചാണ് അവന്റെ പോയി ആക്രമിക്കട്. നല്ല ഗിളി അത് നല്ല ഗൂടാക്കിയിട്ട് മലപറമ്പ വെച്ച ഗൂഡ്ര ഉൾഗ ഇങ്ങനെ തെച്ചിര് നോക്കുമ്പോ മങ്ക നട്ടം തിരിഞ്ഞോണ്ടുണ്ടു റോഡ് സൈഡിൽ. ಅದಕ್ಕೆ ഗൂഡും ഇല്ല എന്തും ഇല്ല. ഈ ഗിളിക്ക് ബേജാറായിത്ത് മങ്കടൊട്ടിಗೆ കൊരങ്ങടൊട്ടിಗೆ പോയിട്ട് ഒരു ഉപദേശാണ്,
നന്റെ പോലെ ചൂട് കാലത്ത് നീയും ഒരു ഗൂടാക്കിരെങ്ക് നന്റെ പോലെ ചൂಡ್ಲು ഈ ಗೂಡ್ರೊಳಗ നിക്ക് ദക്കന്തല്ലേൻ പാരി പിർസത്തിൽ ഉറുതി ചെന്നപ്പ ഒക്ക അങ്ങനമാ ചെന്നിട്ട് ഓടി വന്നിട്ട് ഗിളിരെ ഗൂഡ്രമെ പറിച്ച് വലിച്ചെറിഞ്ഞിട്ടാണ് മങ്ക. അതുപോലെയാണ് റസാനത്ത് ചൊന്ന ഉദാഹരണമാണ്. അതുപോലെയാണ് ഗസാലിമാമൂടെ ചൊന്നത്. നങ്കാരെങ്കിലും നല്ലത് ഉപദേശിച്ചാറുണ്ടായെങ്കിൽ പിന്നെ ഔണ്ടത്തര അർസ വേറാരൊട്ടികയില്ല. പള്ളിയുടെ ഉസ്താദ് എന്തെങ്കിലും ഒരു വാഴ ചൊന്നുണ്ടായെങ്കിൽ അല്ലെങ്കിൽ നല്ലത് നസീഹത്താക്കിത്തുണ്ടായെങ്കിൽ റോഡ് സൈഡിൽ പോകുമ്പോ അഭിപ്രായം ചൊന്നോണ്ട് പോകുന്നു ഞങ്ങൾ ഉഷാറാണ്. അത് നന്റെ നന്മക്ക് ചൊല്ലേൻ ഒരു ചിന്തയുമില്ല. നന്റെ ആറ് ബെടക്ക് സപ്പോർട്ട് ആക്കടാറാ, ബെടക്ക് ആറ് വിളിച്ചു പോണ്ടാറാ, അവന് നന്റെ ഒന്നാമത്തെ ചങ്ങായിയാണ്, അവന് നന്റെ വലിയ ചങ്ങായിയും ചൊന്ന് നാൻ കൂട്ടാക്കടെ. നസീഹത്ത് ചൊന്നെങ്കെത്ത ആളെ നാൻ എതിർക്കടെ, അത് നന്റെ നാശാണ്. അറാ കുല്ല മൻ അൽഹാക അൻ കസ്ബി ത്വാഅതി അദുവം വ ഇൻ കാന സ്വദീഖൽ മുസാഫിയ. ഇമാം അബ്ദുല്ലാഹിൽ യാഫിഈ റളിയല്ലാഹു അൻഹു ചൊല്ലു, അറാ കുല്ല മൻ അൽഹാക അൻ കസ്ബി ത്വാഅതി, നല്ല കാര്യം ആക്കിടത്തൊട്ടു ആറ് നിന്റെ മുടക്കിടാണ്, അവനു വലിയ ശത്രുവാണ് നിന്റെ. നീ ചൊല്ലുവ അവൻ നന്റെ വലിയ ചങ്ങായിയാണ്, നന്റെ കമ്പനിയാണ്, അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് നീ ചൊല്ലുവേ. പക്ഷേ നല്ലതുക്ക് അവന് നിന്റെ വിളിക്കില്ലേ. അവನು നിന്റെ മോശമായ അനഗത്യമായ കാര്യത്തുകാണ് വിളിച്ചോണ്ടുള്ളേ. ಅವನು ನಿಂದ ಪಳ್ಳಿರ ಮುಟ್ಟ ಗೊಂಬಂಡಿಲ್ಲ, ಹದ್ದಾದರ ಮುಟ್ಟ ಗೊಂಬಂಡಿಲ್ಲ, സ്വലാത്തര മുട്ട മൗലിദര മുട്ട എന്തും അവನು അടുപ്പിക്കില്ല. അവನು പള്ളിര തൊട്ട് എത്ര നിന്റെ ദൂറാക്കുക ഔടാಂಟ നോക്കടെ. എല്ലാവിധ അനാവശ്യങ്ങളും അവനിലുണ്ടു, എല്ലാവിധ മസ്താക്കിടക്കെത്ത സാധനങ്ങൾ അവന്റെ നാവിലുണ്ടു, അവന്റെ ഉൾഗ അവൻ ഇറക്കിയോണ്ടുള്ള ഇങ്ങനത്തെ ചങ്ങായിപ്പാടുകാണ് അവನು നിന്റെ വിളിച്ചോണ്ടുള്ളേ. യഥാർത്ഥത്തിൽ നീ ചൊല്ല അവನು നിന്റെ നല്ല ചങ്ങായി, പക്ഷേ അവൻ ചങ്ങായി അല്ല, അതുവൻ, അവನು നിന്റെ ഒന്നാം നമ്പർ ശത്രുവാണ്. കാരണം ലിമാ അന്ന അൻഫാസൽ ഹയാത്തി ജവാഹിറു നിഫാസും വഖദ് അൽഹാ ലഹാ അൻക നാഫിയ. ജീവിതത്തെ ശ്വാസ ഉച്ഛാസ ഇതെല്ലാം ബലകെട്ടുകാവാത്ത മുത്തുരത്നങ്ങളാണ്. അത് നിന്റെ മുട്ടത്തെ അവന് നശിപ്പിച്ചുകൊണ്ടുള്ള, അതുകൊണ്ട് അവൻ ഒരിക്കലും നിന്റെ ചങ്ങായി അല്ല. നാളെ ആഖിറത്തിൽ നീ കുടുങ്ങിപ്പോണ്ടേ. യൗമ യഅല്ലു ളാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖദ്തു മഅ റസൂലി സബീല യാ വൈലത്താ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല ലഖദ് അളല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി വകാന ശൈത്വാനു ലിൽ ഇൻസാനി ഖദൂല. ഖുർആൻ ചൊല്ലു, നാളെ ഈ മോശപ്പെട്ട ആളെ ചങ്ങായി ആക്കിയതിന്റെ പേരിൽ നിന്റെ ഒരു പുറത്തെയും നിന്റെ ഒരു ഐബും നിക്ക് ചൊന്തറാണ്ട് എല്ലാവിധ ബടക്കവും നിന്റെ കൊമ്പോയങ്കെത്ത ആള് ദുന്യാവുൽ നിക്ക് വലിയ ജൽസായിട്ടിന്ത്, വലിയ കൊസിയായിട്ടിന്ത്. അവನು നിന്റെ വല്ലാത്ത ചങ്ങായി നീ ചൊന്നിട്ടിന്ന, നല്ലത് നസീഹത്താക്കട ആൾമാരെ നീ എതിർത്തിട്ടിന്ന. പക്ഷെ നാളെ ആഖിറത്തിൽ പോകുമ്പോ യൗമ യഅല്ലു ളാലിമു അലാ യദൈഹി, രണ്ട് കൈകും പിടിച്ചവನು കടിക്കട. അവൻ ചൊല്ല യഖൂലു യാ ലൈതനി ഇത്തഖദ്തു മഅ റസൂലി സബീല, നല്ല ആളിനെ ഞാൻ ചങ്ങായി ആക്കിയെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നത് ഞാൻ അനുസരിച്ചില്ലെങ്കിൽ എത്ര നല്ല ഇൻത്ത്. യാ വൈലത്താ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല, ജാവു 2 ಗಂಟೆ ആയെങ്കും ഔത്തുകു പോകു നന്റെ ബുടാത്തങ്കെത്ത ചങ്ങായിയാണ്. മോരുടെ സൈഡിൽ ദെപ്പാട്ടിട്ട് പട്ടാങ്കടിപ്പാട്ടിയ എല്ലാവിധ ഗാഞ്ചവും മസ്താക്കടെ സാധനവും നക്ക് തന്ന, പെണ്ണിടെ വറകത്തെ പോയ മോശമായ അനൈതികത്തെ അശ്ലീലത്തെ എല്ലാം നക്ക് വടിപ്പാട്ടി തന്ന, ദുന്യാവുൽ നക്ക് വലിയ കൊസിയായിട്ട് ഇന്ത്. പക്ഷേ അവന്റെ മിത്തു നാണ് ചങ്ങായി ആക്കിയിട്ടില്ലെങ്കിൽ എത്ര നല്ല ഇന്ത്, നാൻ ഇന്ന് സ്വർഗത്തുക പോവത്തല്ലേ ചൊന്നു. നാളെ ആഖിറത്തിൽ ഖേദിക്കൊണ്ടുണ്ടാണ് ഖുർആൻ ചൊല്ലെ. അള്ളാഹു ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും കാത്തുരക്ഷിക്കുമാറാവട്ട്. കൂടെ ചങ്ങായിയാക്കൊണായ ഏറ്റവും നല്ല ഒരു ചങ്ങായിയാണ് അൽ മുഅ്മിനു മിർആത്തുൽ മുഅ്മിൻ. അവന് നല്ല സത്യവിശ്വാസി ആയി വേണു. നക്കെപ്പോഴും നന്മ ഉദ്ദേശിക്കണമെങ്കത്തെ ഒരു സത്യവിശ്വാസി മുഅ്മിനാവട്ട്. അവന്റെ കൊണ്ടു നാണ് വിജയിക്കട. നല്ല ആളെ കൂട്ടുകെട്ടോണ്ടാണ് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടെ. അവസാനം ഞാൻ നിപ്പാട്ടിയോണ്ടുള്ള ഒരാള് അവന്റെ ഐബ് കുറത്ത് അറിയുള്ള 2 മാർഗം ഗസാലി ഇമാം ചൊന്തു. നല്ല ഒരു ശൈഖുടെ മുന്നിൽ വെക്കടെ, നല്ല ഒരു ചങ്ങായിയുടെ സ്വീകരിക്കടെ. അതാണ് ഈ ഹദീസ് അൽ മുഅ്മിനു മിർആത്തുൽ മുഅ്മിൻ. മൂന്നാമതായി ശത്രുങ്ങളെ നാവുടെ മുട്ടത്തെ ഐബ് അറിയ ഉദ്ദേശിക്കടെ. നന്റെ ഒരു ശത്രു ഉള്ളാണ്ടായെങ്കിൽ എപ്പോഴും നന്റെ കുറത്തെ മാത്രം അവനു കാണൂ, അവൻ നന്റെ നന്മ എന്തും കാണല. ആ കുറത്ത് അവൻ എന്തെങ്കിലും എടുത്തു ചെന്നാണ്ടായെങ്കിൽ അൽഹംദുലില്ലാ, ഓ ഈ കുറത്തെ നണ്ടൽ ഉണ്ടാൻ ചൊന്ന് ഞാൻ ടെസ്റ്റ് ആക്കാം. ശത്രുടെ നാവുളും നക്ക് നന്നാവുകുള്ള വഴിയുണ്ടാണ് ഗസാലി ഇമാം ചൊല്ല. കാരണം ശത്രു എപ്പോഴും നന്റെ കുറത്തെ തേടി നടക്കട, അതിൽ ചൊന്നോണ്ടിക്കട. അപ്പൊ അതുള്ളതാ ഒന്ന് നോക്കി അതിൽ തീർത്തുകൊള്ള ശ്രമം നക്ക് നടത്താ. അതെ, എന്നിട്ടോ ഗസാലി ഇമാം ചൊന്ന അവസാനത്തെ ഉപദേശം അയ്യുഹാലിത്തന്നാസ, ആൽമാരൊട്ടിക നീ കൂടണം. ഒരാള് സ്വന്തം കുറത്തെ അറിയുള്ള തെരുവാണ്, ആൽമാരൊട്ടിക കൂടണം. കൂടിയിട്ട് ആ ആൾമാർ എന്തെല്ലാം നല്ലതാക്കിടാറാ അങ്ങ് ആക്കുമ്പോ ബാക്കി അങ്ങ് ചൊല്ലാറ്, ഓ നല്ല കാര്യമാണ് അങ്ങ് ആക്കിക്കൊണ്ടുള്ളേ എങ്കിൽ ആ നല്ലത് നന്റെ ജീവിതത്തിലും ആക്കുക ശ്രമിക്കാം. അതേ സമയത്ത് ആൾമാരൊട്ടിക കൂടുമ്പോ അങ്ങ് കുറെ കെട്ട സ്വറ കെടുക്കാക്കിക്കൊണ്ടുള്ളാറ്, അത് നക്ക് ഒന്തവിടല്ലേ എങ്കിൽ അതിന്റെ പേരിൽ ഞങ്ങൾ എല്ലാവരും ദൂരിയോണ്ടുള്ളാറ്. അത് നന്റെ ജീവിതത്തെ ചെമ്മ ദൂറാക്കുള്ള ശ്രമം നടത്താം. ആൾമാരൊട്ടിക കൂടിയിട്ട്
ആൾമാരുടെ പരസ്പരം ആക്ഷേപിക്കപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കുക, നല്ലത് തന്റെ ജീവിതത്തിൽ എടുക്കുക ശ്രമം നടത്തുക. ഈ 4 തെരു ഇതിലൂടെ സ്വന്തം ഐബ് കൊറത്ത അറിയുക സാധ്യ ಅಂತಾണ് ബഹുമാനപ്പെട്ട ഇമാമുൽ ഗസ്സാലി റഹിമഹുല്ല നമുക്ക് പഠിപ്പാട്ടി തന്നുകൊണ്ടുള്ള മൊത്തത്തിൽ അൽ മുഅ്മിനു മിർആത്തുൽ മുഅ്മിൻ ചെല്ലുമ്പോഴാണ് ഇത് ഹ്രസ്വമായി ഞാൻ വിശദീകരിച്ച ഒരു മുഅ്മിൻ പിന്നൊരു മുഅ്മിന്റെ കണ്ണാടിയാണ്. ആ മുഅ്മിൻ ഓണു എപ്പോഴും നന്മ ഉദ്ദേശിക്കണു, നല്ലത് മാത്രം ചിന്തിക്കിടങ്കെത്ത ആളാവണു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാട്ടിത്ത് വിശാലമായി ചൊല്ലുള്ള നേരയില്ല ഇൻഷാ അല്ലാഹ് ഞാൻ നിപ്പാട്ടിക്കൊണ്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നല്ല ചങ്ങായിപ്പാട്, നല്ല ആൾമാരൊട്ടിയുള്ള സഹവർത്തിത്വം നിങ്ങൾക്ക് എല്ലാം തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല കരുണ റഹ്മത്ത് ഞങ്ങളെ മനസ്സിൽ അള്ളാഹു ഏറ്റിത്തരുമാറാവട്ടെ. മുണ്ടാണ്ട് തെറ്റി വിജയിക്കടെ, ആവശ്യമില്ലാത്തതിൽ ഇടപെടാണ്ടിക്കിടങ്കെത്ത നല്ല മനസ്സ് അള്ളാഹു ഞങ്ങൾക്ക് തരട്ട്. ഞങ്ങളെ റബ്ബുടെ കാണുന്നു ചൊല്ലെങ്കെത്ത നല്ല ഇഷ്ട, നല്ല ഈമാന്റെ മധുരം അള്ളാഹു ഞങ്ങളെ കൽബിൽ ഏറ്റിത്തരുമാറാവട്ടെ. ഞങ്ങളെ റബ്ബുടെ അനുസരിക്കുള്ള തൗഫീഖ് അള്ളാഹു വർദ്ധിപ്പിക്കട്ട്. എല്ലാവിധ അനഗത്യത്തെ തൊട്ട് വിട്ടുനിണ്ട് നല്ലതുക്ക് മാത്രം പ്രവർത്തിക്കുകയും ശബ്ദിക്കുകയും കൂടുകയും അള്ളാഹു ഞങ്ങൾക്കെല്ലാം തൗഫീഖ് തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വാലിഹീങ്ങളിൽ അള്ളാഹു ഞങ്ങൾ ഉൾപ്പെടുത്തട്ട്. 40 ഹദീസിൽ പോണുന്ന ഹദീസാണ് ഇപ്പൊ ഞങ്ങൾ വിശദീകരിച്ച് അള്ളാഹു റബ്ബി. ഇനി 2 നാളത്തെ ബാക്കി ഹദീസ് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഓതി തീർക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഹദീസിന്റെ ബറക്കത്തുകൊണ്ട് അതെല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നല്ല ഷറഫാകപ്പെട്ട ബായുടെ കീൽഭൂനങ്കെത്ത മുത്തുമണിയാണ്. അത് കാണാ പഠിക്കുമ്പോ, അത് നിന്റെ കൽബിൽ ഇങ്ങനെ വെക്കുമ്പോ എന്തെന്നില്ലാത്ത സന്തോഷവും മഹബത്താണ്. അത് കാണാ പഠിക്കൂ. ഞങ്ങളെ ദൗറത്തുൽ അർബഈൻ തീരുമ്പോ ഈ 40 ഹദീസും ഞങ്ങളെ ക്ലാസ് കേൾക്കണമെങ്കിത്തെ മോമിനീങ്ങ് മോമിനാത്തുകൾ കാണാപ്പാട ഇത്തുണ്ടായെങ്കിൽ അൽഹംദുലില്ലാ അത് വല്ലാത്തൊരു നേട്ടാണ്. അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ തടസ്സങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ട്, മുസീബാത്ത്, പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു കാക്കട്ട്. എത്ര ആൾമാർ ദുആ കൊണ്ട് വസിയത്താക്കിടാറ്. ഈ മജ്ലിസിൽ സ്പെഷ്യലായി ദുആർക്കു ചെന്ന ആൾമാരുള്ളാറ്. എന്തെല്ലാം സമസ്യ, പ്രശ്നങ്ങൾ, രോഗങ്ങൾ, ടെൻഷൻ, ഹമ്മ് ഗമ്മ് ബേജാറുള്ളെങ്കെത്ത് ചെമ്മ മുഅ്മിനീങ്ങ ബുൽപുട്ടു ചെന്ന ചെമ്മ ആൾമാരുള്ളാറ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കുമാറാവട്ടെ. മനസ്സിന് വലിയ നെമ്മതിയും സമാധാനവും അള്ളാഹു തരട്ട്. അള്ളാഹു ഞങ്ങളെ കൽബ് ശുദ്ധിയാക്കി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുട്ട മഹബത്തും പരിഗണനയും കിട്ടുന്ന സ്വാലിഹീങ്ങളിൽ അള്ളാഹു ഞങ്ങൾ ഉൾപ്പെടുത്തട്ട്. ഈ ക്ലാസ് എല്ലാം ഇതുപോലത്തതെല്ലാം ഞങ്ങൾ എടുക്കടെ ഈ ഉദ്ദേശത്തിൽ മാത്രമാണ്. ഭൗതികമായ ഒരു താല്പര്യവും ഞങ്ങൾക്കില്ല. ഇതിന്റെ പേരിൽ ഒരാളും 5 പൈസ ഞങ്ങൾക്ക് തണ്ടതുമില്ല, അതിനെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നതുമില്ല. ഇതെല്ലാം ലി തഹ്സീലി മഹബത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബത്ത് കിട്ടിയിട്ട് ആ നബി തങ്ങളെ ദർബാറിൽ ചെറിയ ഒരു സ്വീകാര്യത്തെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായെങ്കിൽ പിന്നെ ലോകത്തൊരു ചക്രവർത്തിയുടെ ആസ്ഥാനത്തിലും ഞങ്ങൾക്ക് സ്ഥാനം വേണ്ട, ഒരു സിംഹാസനത്തിലും ഞങ്ങൾക്ക് സ്ഥാനം വേണ്ട, ഒരു കോട്യാധിപത്യയുടെ മുന്നിലും ഞങ്ങൾക്ക് പരിഗണന വേണ്ട. ഞങ്ങൾക്ക് വേണായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കബൂലിയത്ത് മാത്രാണ്. അള്ളാഹു ആ നബി തങ്ങളെ മഹബത്തും പൊരുത്തവും അള്ളാഹുടെ മാരിഫത്തും തന്ന് ഞങ്ങൾ അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا أن الحمد لله رب العالمين. എല്ലാവരും ദുആ വസിയത്ത്. وصلى الله وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله.